ഓക്കെ. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ച C# ആൻഡ് ജാവ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഓൺ ദെയർ റെസ്പെക്റ്റീവ് VM ആണ്. അതായത് C# എന്ന് പറഞ്ഞ സാധനം ലോകത്തെ ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ലാംഗ്വേജ് ആണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ജാവ ഈസ് ആക്ച്വലി ഒരു 5 years ലാഗ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. ബട്ട് റീസെന്റ് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ Java has actually come to the fore, but C# Java yet lacks value type. ഇങ്ങനെ ലാംഗ്വേജിൽ നമ്മൾ ഡിഫറൻസ് ഉണ്ടെങ്കിലും C# ഇപ്പോ യൂണിയൻ ടൈപ്സ് ഇല്ല, പക്ഷേ വൺ ഓഫ് ലൈബ്രറി വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ അതർ ദാൻ ദാറ്റ് C# ഒരു 5 years ahead ആണ് ഇൻ ലാംഗ്വേജ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എ പേഴ്സൺ ലൈക്ക് ശരത് ഓർ ലാൽ മൈറ്റ് ബി ഹാവിങ് എ ഡിഫറെന്റ് വ്യൂ. അപ്പോൾ ഈ C# ജാവയും തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു മൾട്ടി പാരാഡിം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ C# ജാവ ഊപ്പ് ലാംഗ്വേജ് ആണല്ലേ. അപ്പോൾ മേ ബി 1995-96 കാലഘട്ടത്തിൽ ജാവ വന്നപ്പോഴും 2001 എൻഡിൽ C# വന്നപ്പോഴും അതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആയിട്ടാണ് അതിന് ജീവിതം തുടങ്ങിയത്. പക്ഷേ ആസ് ദ ടൈം മൂവ്ഡ് ബൈ 2005 both C# and Java did add generics. C# കേസിൽ 2008 അവർ ലാംഡ ലിങ്കിന്റെ പശ്ചാത്തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ജാവ took at another 6 years to actually have a generic implementation. അപ്പോൾ ഈ ജനറിക്സ് തന്നെ C# ഫോളോ ചെയ്ത ട്രാക്ക് അല്ല ജാവ ഫോളോ ചെയ്തത്. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജനറിക്സിന് 2005 ഉണ്ടെങ്കിലും FP വന്നത് 2014 ജാവയില്, C# 2008 അപ്പൊ ഇതാണ് അതിന്റെ ഒരു മൾട്ടി. പിന്നെ ബദർ മോഡുലാർ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ പോപ്പുലർ ആയിട്ടുള്ള ഊപ്പ്, ജനറിക്സ്, FP ബോത്ത് ജാവയിലും ഈ C# എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതെങ്ങനെ വെർച്വൽ മെഷീനിലോട്ട് അവര് ലോവർ ചെയ്യുന്നു. ഇനി എന്താണ് വെർച്വൽ മെഷീൻ, ആ വെർച്വൽ മെഷീൻ ഇപ്പൊ JVM എന്താണ്, CLR എന്താണ്, അതെന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ ലാംഗ്വേജസ് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ലാംഗ്വേജസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെങ്ങനെ മാപ്പ് ചെയ്യുന്നു. പക്ഷെ അത് മാപ്പ് ചെയ്യണേക്കാൾ മുമ്പ് ഈ രണ്ട് വെർച്വൽ മെഷീൻ്റെയും ഹിസ്റ്ററി അറിഞ്ഞിരുന്നാലേ, ഈ രണ്ട് ലാംഗ്വേജ് കമ്മ്യൂണിറ്റിയുടെ എവല്യൂഷനെ കുറിച്ച് അറിഞ്ഞിരുന്നാലേ അത് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് അപ്പൊ ഇന്നത്തെ ടൈറ്റിൽ C# ജാവ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഉണ്ട് VM. അപ്പൊ നമുക്ക് ഊപ്പ് എന്താന്ന് നോക്കാം. അപ്പൊ ഊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് പറയും, ഞാൻ C പഠിച്ചിട്ടുണ്ട്, C++ പഠിച്ചിട്ടുണ്ട്, ഊപ്സ് പഠിക്കാണ്ടെന്ന് പറയും. ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണോ ഊപ്സ് എന്താണെന്ന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തന്നെ 3 തരമുണ്ട്. അതായത് ക്ലാസ് ബേസ്ഡ് ഉണ്ട്, പ്രോട്ടോടൈപ്പ് ഉണ്ട്, പിന്നെ ആക്ടർ ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഇപ്പോ C# ഇപ്പോ പ്രോട്ടോടൈപ്പ് ഊപ്പും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റേ ഈ ക്ലാസ് ബേസ്ഡ് ഊപ്പും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറാസ് ജാവ നമുക്ക് പ്രോട്ടോടൈപ്പ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പ്രോട്ടോടൈപ്പ് ഊപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഐഡിയ എന്താണ്? ക്ലാസ് ആണ്. അപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെംപ്ലേറ്റ് ഫോർ ആൻ ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റ് എന്താണ്? ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറയും. അപ്പോ ഒരു ഷെണൈസ് എവിടെയാണ് കവിത എവിടെയാണ് ഷെണൈസിന് എടുത്തെന്ന് പറഞ്ഞാൽ പണ്ട് പറയുമായിരുന്നു. അപ്പൊ ആ ടൈപ്പ് ഒരു സൈക്ലിക് ഇതുള്ളത് കൊണ്ട് ഈ ക്ലാസ് എന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു എൻറ്റിറ്റി, അതിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ ഓപ്പറേഷൻസ്, അത് സ്റ്റേറ്റും ഓപ്പറേഷൻസും ഒറ്റ യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെ ആണ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ലാംഗ്വേജിലും ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിൻടാക്സ് ഉണ്ട്. ക്ലാസ് നെയിം, പിന്നെ ആക്സസ് സ്പെസിഫയർ എന്ന് പറയും, പ്രൊട്ടക്റ്റഡ് ആണോ പ്രൈവറ്റ് ആണോ, ഇനിയിപ്പോ സീൽഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ C# ഉണ്ട്. സീൽഡിന്റെ മീനിങ് ജാവയിൽ വേറെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ ക്ലാസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പൊ ഈ ക്ലാസ് എങ്ങനെ മെഷീനിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോഴാണ് ഒരു പ്രോബ്ലം വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ടെസ്റ്റ് എന്നൊരു ക്ലാസ്സിൽ 3 മെത്തേഡ് ഉണ്ട്, 3 ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന്റെ എത്ര ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക? ആ മെത്തേഡിന്റെ ഇപ്പോൾ ഓരോ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിന് 3 മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ 18 മെത്തേഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നവർ വരെ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ ക്ലാസ് എന്നുള്ള ഒരു മെക്കാനിസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ സെറ്റ് ഒരു ഡാറ്റ സ്ട്രക്ചറിനെ, അതായത് അതിനെ ദിസ് എന്ന് വിളിക്കാം, അതിനെ കോണ്ടെക്സ്റ്റ് ആയിട്ട് കുറേ മെത്തേഡ്, ഒരു ഹിഡൻ വേരിയബിൾ ആയിട്ട് അതായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള മെത്തേഡിലോട്ട് മറ്റേ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റേ VM ലെവൽ ഫങ്ഷൻസേ ഉള്ളൂ. സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഹിഡൻ പാരാമീറ്റർ ആയിട്ട് ദിസ്, ചില ലാംഗ്വേജ് അതിനെ സെൽഫ് പറയും. അങ്ങനെയാണ് മിക്ക ഇംപ്ലിമെന്റേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഒരു കോൾ ഫംഗ്ഷനോ ഒരു ഇൻവോക്ക് ഫംഗ്ഷനോ നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഡെസ്പാച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മെത്തേഡ് ഇൻവോക്ക് ചെയ്യുന്നതിന് മെത്തേഡ് ഡെസ്പാച്ച് എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഇരിക്കുന്നത് ഹീപ്പിലും മെത്തേഡ് ഇരിക്കുന്നത് ഒരു വേറൊരു ഏരിയയിലായിരിക്കും. മെത്തേഡ് ഏരിയ എന്ന് പറഞ്ഞാണ് ജാവയിലും CLR-ലും ഒക്കെ ഈ കോഡ് ഏരിയ ഉണ്ടാവും, അത് റീഡ് ഓൺലി ആയിരിക്കും. അവിടെ നിന്ന് കോഡ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ ഊപ്പിന്റെ ക്ലാസ് VM-ലോട്ട് അങ്ങനെ ലോവർ ചെയ്യാം. അപ്പോൾ പക്ഷേ ക്ലാസ് ഡസന്റ് എക്സിസ്റ്റ് ഇൻ വാക്വം. ക്ലാസ്സിൽ അതായത് ഇപ്പോൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ എക്സ്റ്റെൻഡ് എ ക്ലാസ്, അതായത് എ ഡിറൈവ്ഡ് ക്ലാസ് എക്സ്റ്റെൻഡ്സ് ബേസ് ക്ലാസ്, അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഒബ്ജക്ട് ലേ ഔട്ട് ഉണ്ട് എല്ലാ ലാംഗ്വേജിലും. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇൻസൈഡ് ദ C++ ഒബ്ജക്ട് ലേ ഔട്ട് C++ ഒബ്ജക്ട് മോഡൽ എന്നുള്ളൊരു ബുക്ക് ഉണ്ട്. അതാണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു നല്ല റെഫറൻസ്. ഇപ്പൊ ജാവ വിർച്വൽ മെഷീൻ സ്പെസിഫിക്കേഷനോ ജാവയുടെ ഇന്റേണൽസിന്റെ ട്യൂട്ടോറിയലിലോ C# പല ആർട്ടിക്കിൾസും നമുക്ക് അവൈലബിൾ ആണ്, എങ്ങനെയാണ് ഈ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യണേന്ന്. അപ്പൊ ORM ഉപയോഗിക്കുന്നവർക്ക് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്, മറ്റേ ടേബിൾ പെർ ക്ലാസ് ആണോ, ടേബിൾ പെർ എൻറ്റിറ്റി ആണോ, ടേബിൾ പെർ ലെവൽ ആണോ, അങ്ങനെയൊക്കെ നമ്മൾ പെർസിസ്റ്റൻസ് ചെയ്യുമ്പോൾ വരെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു ഒബ്ജക്ട് ലേ ഔട്ട് ഉണ്ട്, അങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത്. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അവിടെ വെച്ച് നിൽക്കുന്നില്ല. അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർഫേസ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഒരു ക്ലാസ്സിന്റെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഒരിക്കലും ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അബ്സ്ട്രാക്ട് ക്ലാസ് ബേസ് ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയാ മറ്റേ ചില മെത്തേഡ് അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അപ്പൊ അത് ഓവർ റൈഡ് ചെയ്ത് എല്ലാ മെത്തേഡും അബ്സ്ട്രാക്ട് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്താലേ ആ ഹയറാർക്കിയുടെ ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേഷൻ നടക്കൂ. അപ്പോൾ ഇന്റർഫേസിൽ ആദ്യ കാലങ്ങളിൽ ലോജിക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് ജാവയിൽ എന്തായാലും ഉണ്ട്, C# ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പേഴ്സണലി ലൈക്ക് ലാൽ വിൽ ബി ഏബിൾ ടു കൺഫേം. അപ്പോൾ അതാണ് ഈ അടുത്ത ഒരു സ്റ്റെപ്പ്. ഇപ്പോൾ ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് ആയത് ഇൻഹെറിറ്റൻസ്, പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ഇന്റർഫേസ്, അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പൊ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസും ഇൻഹെറിറ്റൻസ് എന്താന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഒരു ഈ ഇന്റർഫേസ് അബ്സ്ട്രാക്ട് ക്ലാസ് വെച്ചിട്ടുള്ള ഡെസ്പാച്ചിന് ഒരു എന്താ പറയുക എല്ലാ ഒബ്ജക്റ്റിന്റെയും ഹെഡിൽ ഒരു വെർച്വൽ ടേബിൾ ഉണ്ടാവും. ആ വെർച്വൽ ടേബിളിലേക്കാണ് മെത്തേഡ് ഡെസ്പാച്ച് പോകുന്നത്. അപ്പോൾ കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ മെത്തേഡ് വിളിക്കാൻ പറയില്ല. വെർച്വൽ ടേബിളിലെ ഒബ്ജക്റ്റിന്റെ ലേ ഔട്ടിൽ ഫസ്റ്റ് 4 ബൈറ്റ്സിൽ ഒരു വാല്യൂ ഉണ്ടാവും. അതൊരു റെഫറൻസ് ടു ഒരു ടേബിൾ ആയിരിക്കും, സ്റ്റാറ്റിക് ഡാറ്റയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഏരിയയിലേക്ക് ആയിരിക്കും ആ അസോസിയേറ്റഡ് ക്ലാസിന്റെ. ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഈ പറയുന്ന സാധനത്തിലോട്ട് എന്താ പറയാ ഈ സ്റ്റാറ്റിക് വെർച്വൽ ടേബിൾ വെച്ചിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതിനാണ് ഇൻഹെറിറ്റൻസും അബ്സ്ട്രാക്ട് ക്ലാസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലാംഗ്വേജിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആണ് ജനറിക്സ് വന്നത്. അപ്പൊ ഈ പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ ഫോം, പിന്നെ അനോണിമസ് ടൈപ്പ് ഉണ്ട് C#. ഇതെല്ലാം ബേസിക്കലി വൺസ് യു നോ ഹൗ ടു ക്രിയേറ്റ് എ ഒബ്ജക്ട് മോഡൽ
ആൻഡ് ഹൗ യു ക്യാൻ ആക്ച്വലി സപ്പോർട്ട് ഇൻഹെറിറ്റൻസ്. പിന്നെ ഇതെല്ലാം ലെക്സിക്കൽ ലെവലിലുള്ള ഗെയിമാണ്. ലേഔട്ട് ഈസ് മോർ ഓർ ലെസ് ദ സെയിം. ഇനിയിപ്പോ നെക്സ്റ്റ് ജനറിക്സ് ആണ്. അപ്പൊ ജനറിക്സ് എന്ന് പറഞ്ഞ സാധനം അടയിലാണ് വന്നെങ്കിലും പോപ്പുലർ ആയത് C++ലാണ്. അപ്പൊ C++ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പൈൽ ടൈം കോഡ് ഫാക്ടറി അപ്രോച്ച് എന്നാണ്. അതായത് അവര് കോഡ് ജനറേറ്റ് ചെയ്ത്, അതായത് ബിഫോർ ദ കമ്പൈലർ പ്രോപ്പർ സീസ് ഇറ്റ്. അപ്പോൾ അതിനെ ഒരു ടൈപ്പ് സേഫ് മാക്രോ എന്നാണ് ആദ്യം വിളിച്ചിരുന്നെങ്കിലും അതിന് റിക്കർസീവ് ടെംപ്ലേറ്റ് സപ്പോർട്ട് ഉണ്ടെന്നുണ്ട്. ആക്സിഡന്റലി അത് കണ്ടുപിടിച്ചു. അത് ട്യൂറിംഗ് കംപ്ലീറ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ C++ന്റെ മെത്തേഡ് അത്ര സൊഫിസ്റ്റിക്കേറ്റഡോ ഇതല്ല, പെട്ടെന്ന് ചെയ്തതാണെങ്കിലും അതിന്റെ റിക്കർസീവ് ടെംപ്ലേറ്റ് എക്സ്പാൻഷൻ ട്യൂറിംഗ് കംപ്ലീറ്റ്നെസ് ഉണ്ടെന്ന് എർവിൻ അൺറോ എന്ന് പറഞ്ഞ പുള്ളി ആക്സിഡന്റലി കണ്ടുപിടിച്ചു. ഇത് പുള്ളി ഒരു ഫാക്ടോറിയലിന്റെ പ്രോഗ്രാം എഴുതി. ആ ഫാക്ടോറിയലിന്റെ പ്രോഗ്രാം പുള്ളി എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രോഗ്രാം കമ്പൈൽ ആയില്ല, പക്ഷെ ഔട്ട്പുട്ട് സ്ക്രീനിലുണ്ടായിരുന്നു. അപ്പോ പിന്നെ എന്ത് പറ്റി, കമ്പൈലറിന്റെ ഗ്രാമറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് മെറ്റാ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായി. അപ്പോൾ C++ന്റെ ഇംപ്ലിമെന്റേഷന്റെ ഒരു ബെനിഫിറ്റ് അതാണ്. പിന്നെ ഈ ജാവയ്ക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു മൾട്ടി വെണ്ടർ ടെക്നോളജി. അപ്പൊ മൾട്ടി വെണ്ടർ ടെക്നോളജിയിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൺസെൻസസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കോഡ് ബ്രേക്ക് ചെയ്യാതെ മൈക്രോസോഫ്റ്റ് ജനറിക്സിന് വേണ്ടി അവരുടെ VMന്റെ കോഡ് ബ്രേക്ക് ചെയ്തു. അതിന്റെ ഒരു വിക്ടിം ഞാനായിരുന്നു. ഒരു സ്ഥലത്തെ 1800 ജോബ് പെർസിസ്റ്റഡ് ജോബ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം റീകമ്പൈൽ ചെയ്ത് ചെയ്യേണ്ടി വന്നു. ഇതൊരു വലിയൊരു ഹെഡേക്ക് ആയിരുന്നു. 1.1 2 മാറ്റി കഴിഞ്ഞപ്പോൾ എന്ന സ്ഥാനത്ത് ജാവ കമ്പാറ്റബിലിറ്റി വിത്ത് ദി എക്സിസ്റ്റിംഗ് ലൈബ്രറീസ് ഒക്കെ മുൻകെടുത്ത് ടൈപ്പ് ഇറേഷർ എന്ന് പറഞ്ഞ ടെക്നിക്കാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു ലെക്സിക്കൽ ലെവലിലാണ് ഇതെല്ലാം നടക്കണേ. അതായത് ആക്ച്വൽ കമ്പൈലർ ജനറിക് അവെയർ അല്ല ശരിക്കും പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ റേറ്റിഫിക്കേഷൻ നടക്കുന്നത് കമ്പൈൽ ടൈമിൽ വൺസ് ടൈപ്പ് ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അവർ സ്പെസിഫിക് കോഡ് ജനറേറ്റ് ചെയ്യും. പക്ഷെ കുറച്ചും കൂടി ടൈറ്റ് കോഡ് കിട്ടും. ഇപ്പോൾ അറേ ഓഫ് ഒബ്ജക്ട്സ് അല്ല സ്ട്രിങ് ഉണ്ടാക്കിയെങ്കിൽ അവർ ആ കാസ്റ്റ് ചെയ്യണ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇടും. അപ്പോൾ എന്താ കരുതുന്നത്, ടൈപ്പ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഒരു മെക്കാനിസമാണ്. എന്ന സ്ഥാനത്ത് മറ്റേ C# അവര് ലോഡ് ടൈമിൽ വെർച്വൽ മെഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് റൈറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറിക്സിന്റെ ഇൻസ്റ്റാൻഷിയേഷനെ വിളിക്കുന്നതാണ്. ടെക്നിക്കൽ നെയിമാണ് റൈറ്റിഫിക്കേഷൻ. ഒരു പ്രകടിതവൽക്കരണം അല്ലെങ്കിൽ പ്രകടിത ഭാവവൽക്കരണം. അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള TA കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻഡോ ഫ്ലോട്ടോ ഡബിളോ മൈ യൂസർ ഡിഫൈൻ ക്ലാസ് ആക്കുന്നതിനാണ് ഇത് ചെയ്യണത്. FP വന്നപ്പോ C# അനോണിമസ് ഡെലിഗേറ്റ് എന്നുള്ളൊരു ഫീച്ചർ 2005 ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ലാംഡ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഒരു വെർച്വൽ മെഷീൻ വേണ്ടിയുമ്പോൾ ലാംഡയും കൂടി മുന്നിൽ കണ്ടിരുന്നു. ഫോർ ദം ഇറ്റ് വാസ് എ സ്മൂത്ത് അവെയർ, ബട്ട് ദേ വെന്റ് വൺ അപ്പ്. അതായത് ആ വെർഷനിൽ 2008 അവർ ടൈപ്പ് ഇൻഫറൻസ് കൊണ്ടുവന്നു, എക്സ്റ്റൻഷൻസ് മെത്തേഡ് കൊണ്ടുവന്നു, പിന്നെ മറ്റേ എന്താ പറയാ ഈ അനോണിമസ് ടൈപ്പ് വന്നു, പിന്നെ ലാംഡ വന്നു. അങ്ങനെ ലിങ്കിന് വേണ്ടിയാണ് അവർ ആ ഫീച്ചർ ഉണ്ടാക്കിയത്. ജാവയുടെ കേസിൽ 2014 വന്നപ്പോൾ ഈ FP സിൻഡെക്സ് വർക്കൗട്ട് ചെയ്തിട്ടില്ല, അതെങ്ങനെ ലോവർ ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം വന്നപ്പോൾ അവര് 3 മെത്തേഡ്സ് അവര് അപ്ലൈ ചെയ്ത്. ഇപ്പൊ ശരത്തിന് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പോ ആ 3 മെത്തേഡ് ഉപയോഗിച്ച് അതിൽ ഇൻവോക്ക് ഡൈനാമിക്, ഈ ഡൈനാമിക് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി Java 7 വന്ന ഒരു ഫീച്ചർ ലിവറേജ് ചെയ്തുകൊണ്ടാണ് അവർ ലാംഡ. ഒരു കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം ആണ്. നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ഒരു സെഷൻ നമ്മൾ വെക്കുന്നതായിരിക്കും. അതാണ് FP ഇൻ ജാവ. അപ്പൊ ഇതെല്ലാം അരിത്തമാറ്റിക് ലോജിക്കൽ എക്സ്പ്രഷൻസിന്റെ അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സിന്റെ മുകളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഓരോ ഇപ്പൊ JVM ഒരു സാധനമുണ്ട്, ഇതുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോ ഈ C# ജാവ, അപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ C# ക്ലാസ് ഫെസിലിറ്റി എങ്ങനെയാണ്, ജാവയിൽ എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇത് ഏകദേശം ഇതിന്റെ ലേഔട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബിഫോർ ഇതൊരു ജനറൽ ഡിസ്കഷൻ കഴിഞ്ഞ് അതിൽ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സും അതെങ്ങനെയാണ് ലോവർ ചെയ്യണേ എന്നുള്ളൊരു തത്വത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചർച്ച വേണമെങ്കിൽ എന്താ പറയാന്ന് വെച്ചാല്
ഈ JVM-ന്റെയും CLR-ന്റെയും എന്താണ് അതിന്റെ ഈ രണ്ടിന്റെയും റെലവൻസ് ഇൻ മോഡേൺ കമ്പ്യൂട്ടിംഗ്. ഓക്കെ, മീൻസ് 1995 ബിഫോർ ദി അഡ്വെന്റ് ഓഫ് ജാവ, or 1999 ബിഫോർ ജാവ ബിക്കെയിം പോപ്പുലർ, കമ്പ്യൂട്ടിങ്ങിന്റെ സ്റ്റേറ്റ് ഓഫ് ദി അഫയേഴ്സ് എന്തായിരുന്നു? അന്ന് JVM ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ്? 95 ഇറങ്ങിയെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് 99 വരെ കാത്തിരിക്കേണ്ടി വന്നു? അതും പിന്നെ മൈക്രോസോഫ്റ്റ് ഒരു ലീഗൽ സെറ്റിംഗ്സ് ഉണ്ട്. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഒരു ലീഗൽ സ്യൂട്ട് തോറ്റപ്പോഴാണ് അവർ അവരുടെ വെർച്വൽ മെഷീനിലോട്ട് ശ്രദ്ധ ചെയ്ത് അവർ CLR ഇറക്കി. അപ്പോൾ JVM-ലെ മിസ്റ്റേക്സ് എല്ലാം റെക്ടിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അപ്പോൾ ഈ JVM CLR ഉള്ളത് കൊണ്ട് തന്നെ വേൾഡ് കുറച്ചും കൂടി സേഫ് കമ്പ്യൂട്ടിങ്ങിലേക്ക് നീങ്ങി. ലാംഗ്വേജ് ലെവൽ കൺകറൻസി വന്നപ്പോൾ ന്യൂ വേസ് ടു എക്സ്പ്രസ് കമ്പ്യൂട്ടേഷൻസ് വന്നു, മെമ്മറി മോഡൽസ് വന്നു, മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ചും കൂടി ഒരു സിവിലൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കിട്ടി എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ CLR ആൻഡ് JVM, പിന്നെ അവരുടെ ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജി, ഹോട്ട്സ്പോട്ട് ഒപ്റ്റിമൈസേഷൻ ആയിക്കോട്ടെ, ഹെഡ് ഓഫ് ടൈം കമ്പൈലേഷൻ ആവട്ടെ, ഇനി റീജിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ജിറ്റ് ഉണ്ട്, പിന്നെ റീജിറ്റ് ഉണ്ട്. ഇത് കാരണം ഈ രണ്ട് പ്ലാറ്റ്ഫോംസും C++നേക്കാളും പലപ്പോഴും പെർഫോമൻസ് വരെ ഹെഡ് ഓഫ് ടൈം കമ്മ്യൂണിക്കേഷന് ബീറ്റ് ചെയ്ത കഥകളുണ്ട്. CLR ആൻഡ് JVM-ന്റെ പ്രസക്തി ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ഫിലോസഫിയെ കുറിച്ച് തന്നെ ഒരു ഇത് വേണം. കാരണം ജാവ പറയുന്നു റൈറ്റ് വൺസ് റൺ എനിവെയർ. ഇവിടെ മൈക്രോസോഫ്റ്റ് ഒറിജിനലും പറഞ്ഞത് റൈറ്റ് ഇൻ എനി ലാംഗ്വേജ് റൺ ഇൻ അവർ പ്ലാറ്റ്ഫോം, അത് വിൻഡോസ്. പക്ഷെ പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം എവല്യൂഷണറി പ്രഷറാണ് മൈക്രോസോഫ്റ്റ് ഒരു ക്രോസ് പ്ലാറ്റ്ഫോം അപ്രോച്ച്. ജാവ മൾട്ടിലിങ്കിലും ക്രോസ് പ്ലാറ്റ്ഫോം പണ്ടേയാണ്. അങ്ങനെ രണ്ട് VM ടെക്നോളജിയും സൈഡ് ബൈ സൈഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോൾ സ്പാർക്ക് ഒരു സ്ട്രീമിംഗ് സിസ്റ്റം എന്ന് പറയുമെങ്കിൽ അതിലൊരു മൈക്രോ ബാച്ച് ഉറങ്ങിയിരിപ്പുണ്ടെന്ന് പറഞ്ഞ മാതിരി ഈ ഓരോ ലാംഗ്വേജിന്റെ തത്വം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പിടിവലിയുണ്ട്. ബിക്കോസ് ഓഫ് ദി ഡിഫറെന്റ് പൂൾസ് അവര് ഒരു ചെറിയൊരു വ്യതിയാനമുണ്ട്. സട്ടിലാണ്, പക്ഷെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യതിയാനമുണ്ട്. അപ്പൊ ഈ വെർച്വൽ മെഷീൻ വന്നു. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പുറകിലുള്ള കമ്പ്യൂട്ടർ സയൻസ് പ്രിൻസിപ്പിൾ? അത് സ്റ്റാക്ക് ബേസ്ഡ് VM എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ബേസ്ഡ് VM, രജിസ്റ്റർ ബേസ്ഡ് VM ഉണ്ട്. ആൻഡ്രോയിഡിന്റെ ഇത് രജിസ്റ്റർ ബേസ്ഡ് VM ആണ്. പക്ഷേ സ്റ്റാക്ക് ബേസ്ഡ് VM-നാണ് കോഡ് ജനറേറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പം. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്പർ ഓഫ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാന്ന് വെച്ചാൽ ഒരു സ്റ്റാക്ക് ബേസ്ഡ് VM ആണ്, ജനറിക് ആണ്, ക്യാൻ ബി ഇംപ്ലിമെന്റഡ് വെരി ഫാസ്റ്റ്, പിന്നെ ജിറ്റ് ഒക്കെ ചെയ്യാനും എളുപ്പമാണ്. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമുക്ക് അറിയേണ്ടത് ടൈപ്പിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഊപ്പ് എന്താണ്, FP എന്താണ്, ജനറിക്സ് എന്താണെന്ന് സംസാരിച്ചു, എങ്ങനെയാണ് ജനറലി അതിൽ ഓവർ ചെയ്യാന്ന് സംസാരിച്ചു. വൺസ് അത് CLR-ലോട്ടും JVM-ലോട്ടും അതിന്റെ ഫിലോസഫി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ടൈപ്പുകളെ എങ്ങനെയാണ് ഓരോന്ന് മറ്റേ ലോവർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ഇതിന്റെ ചുറ്റും തന്നെ ആവാം. പിന്നെ അടുത്തത് ഈ ജനറിക്സ് എന്താണ് അതിനെക്കുറിച്ചും, പിന്നെ ഫൈനലി ലാംഡയെ കുറിച്ചും ചർച്ച ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ സം ഓഫ് what we are going to discuss. First, object-oriented features of Java and C#. അത് ഒരു കുറച്ച് ഡിസ്കസ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു ലാംഗ്വേജിൻ്റെ ഒക്കെ ഇത് വന്നിട്ട് ജനറലി എങ്ങനെയാണ് ക്ലാസസ് ഒബ്ജക്ട്സ് ഈ ഒരു നേറ്റീവ് കോഡിലോട്ടോ ഇനി ഒരു അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീയിൽ നിന്ന് എങ്ങനെ അത് ലോവർ ചെയ്ത് ഒബ്ജക്ട് ഡെസ്പാച്ച് ഒക്കെ നടത്തും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് JVM-ന്റെ ഹിസ്റ്ററി അല്ലെ എവല്യൂഷൻ ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയാ ഈ JVM-ന്റെ എവല്യൂഷന് ശേഷം JVM-ന്റെ പ്രസക്തി, JVM and CLR-ന്റെ പ്രസക്തി, പിന്നെ അതിന്റെ ഫിലോസഫിയും തമ്മിലുള്ള ഡിസ്കഷന് ശേഷം എങ്ങനെയാണ് ക്ലാസസ് അല്ലെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, ജനറിക്സ് ഇത് ചെയ്യുക. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു പ്രോഗ്രാമർ പോയിന്റ് ഓഫ് വ്യൂല് ജനറിക്സ് അല്ല ഊപ്പ് FP ജനറിക്സ് കാണും. പിന്നെ ഒരു ഇംപ്ലിമെന്ററിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഊപ്പ് FP ജനറിക്സ് കാണും. അതിനിടയ്ക്ക്
ഈ ടാർഗറ്റ് മെഷീൻസിന്റെ ചരിത്രവും അതിന്റെ പ്രസക്തിയും അതിന്റെ തത്വവും പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ചയുടെ ഒരു ഇത്. നൗ ബിഫോർ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. നമുക്ക് തൽക്കാലത്തേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്ക് ഊപ്പ്, ജനറിക്സ്, FP യെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പറയാം. എന്നിട്ട് അതെങ്ങനെയാണ് ലോവർ ചെയ്യുന്നതെന്നുള്ളത് അടുത്തത് ചെയ്യാം. പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ ലോവറിങ് ടാർഗറ്റിന്റെ ചരിത്രം, മറ്റേ പ്രസക്തി, തത്വം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോവറിങ്ങിലോട്ട് ചർച്ച ചെയ്യാം. ഇതാണ് ഇതിന്. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഊപ്പ് എന്താണെന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഊപ്പ് ഹലോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത്. അല്ല, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന്റെ സൊല്യൂഷൻ ആയിരുന്നു കാണണമല്ലോ. അതായത് ഈ ഊപ്പ് എന്നുള്ളൊരു സാധനം ഇൻവെന്റ് ചെയ്തത് 1967 ആണെങ്കിലും അത് സ്മോൾ ടോക്കിൽ അത് ഉണ്ടായിരുന്നെങ്കിലും സ്മോൾ ടോക്ക് എലീറ്റ് ക്ലാസ് പ്രോഗ്രാമിംഗിലായിരുന്നു. C++ലാണല്ലോ അത് തെരുവിലിറങ്ങിയത്. അപ്പോ അതായത് സിയുടെ ഒരു പർട്ടിക്കുലർ മോഡലിൽ നിന്നുള്ള ഒരു മരുമരുന്നായിട്ടാണ് വന്നത്. അപ്പൊ അതാണ് നമ്മൾ ഊപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലോകസാമാന്യ ഭാഷയിൽ അങ്ങനെ, അല്ലെങ്കിൽ കോമൺ ഹിസ്റ്ററിയിൽ അങ്ങനെ സംസാരിക്കുന്നത്. അതായത് C++ന്റെ 90, ജാവന്റെ 95 ആൻഡ് C# in 2000 ആണ് 3 മൈൽ സ്റ്റോൺ ഓഫ് ഊപ്പ് എന്ന് പറയാൻ വേണ്ടി. അപ്പൊ ഞാനൊരു ടേക്ക് പറയാം. അതായത് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്. ആദ്യം സബ് റൂട്ടീൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ലേബലിലോട്ട് ജമ്പ് ചെയ്യും, ഡാറ്റ ഷെയർഡ് ഏരിയയിൽ വെക്കും ഏതെങ്കിലും. പിന്നെ അത് പ്രൊസീജറായി. അതായത് സബ് റൂട്ടീനിലോട്ട് ജമ്പ് ചെയ്യണേക്കാൾ മുമ്പ് സ്റ്റാക്കിൽ ലോക്കൽ വേരിയബിൾസും പാരാമീറ്റേഴ്സും സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് അത് പ്രൊസീജറായി. പക്ഷെ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ റൈറ്റ് ഡാറ്റ റോങ് ഫംഗ്ഷനും റോങ് ഡാറ്റ റൈറ്റ് ഫംഗ്ഷനും വന്നപ്പോൾ ഫംഗ്ഷനും അതിന്റെ സ്റ്റേറ്റും ഒറ്റ എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഊപ്പ് ഉണ്ടാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. ഊപ്പിന് ഒറിജിനൽ വിശ്വാസം മറ്റേ എന്താ പറയാ, ഈ സിമുലേഷൻ ആയതുകൊണ്ട് ഏജൻസ് ഒക്കെ തമ്മിൽ കാണുമ്പോൾ എൻറ്റിറ്റീസ് ആയിട്ട് ഇതിനെ കാണാനും പറ്റി എന്നുള്ളതാണ്. അതായത് റിയൽ ലൈഫായിട്ട് ബന്ധമുണ്ട്, ഒരു പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഊപ്പ്. പറഞ്ഞോ. ഓക്കെ, അപ്പോ പക്ഷേ ഇപ്പൊ സിയില് ആ പ്രോബ്ലം ശരിക്കും പറഞ്ഞില്ലല്ലോ. അതായത് ഫംഗ്ഷനും ഡാറ്റയും, അതായത് ഫംഗ്ഷൻ പോയിന്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ നമുക്കൊരു ഡീകപ്പിൾഡ് ഡിസൈൻ ഒക്കെ വരുമ്പോഴാണ് ഈ പ്രോബ്ലം വരാ ശരിക്കും. അതെ, ലാർജ് കോഡ് ബേസ് വന്നപ്പോഴേ ഇപ്പൊ സ്മോൾ, ഇപ്പൊ 12,000-3000 ലൈനിന്റെ ഒക്കെ യൂട്ടിലിറ്റി എഴുതുമ്പോൾ സി സ്കെയിൽ റിയലി വെൽ അതിന്റെ മെത്തേഡ്. പക്ഷേ ഈ വിൻഡോസ് പ്രോഗ്രാമിംഗും ഡൈനാമിക് നേച്ചറുള്ള സിസ്റ്റംസ് വന്നല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം സ്പേസ് പൊല്യൂഷൻ, ഗ്ലോബൽ വേരിയബിള്, പിന്നെ റീഎൻട്രൻസി പ്രോബ്ലംസ്, ലാർജ് ഇത് ചെയ്യാന്നപ്പോഴാണ് ഈ എന്താ പറയാ ഊപ്പ് വന്നത്. പക്ഷെ ഊപ്പിന് അപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ബൈനറി ഇന്ററോപ്പറബിലിറ്റി ഉണ്ടായിരുന്നില്ല C++. അതായത് ഒരു കമ്പൈലറിന്റെ ഒബ്ജക്ട് ഫയൽ ഫോർമാറ്റ് അല്ല വേറെ കമ്പൈലറിന്റെ. ലേഔട്ടിൽ വരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളുകളൊക്കെ ഇറങ്ങി. അപ്പൊ ഊപ്പ് ഒരു ബൈനറി ലെവലിൽ കൊണ്ടുവന്നത് ജാവയാണ് എന്നവേ. അപ്പൊ ഈ അതിനു മുന്നേ ലേഔട്ട് സ്പെസിഫിക്കേഷൻ വന്നിട്ടില്ല. ഇല്ല, അത് വന്നു കോമും കോർബ എന്നുള്ള രീതിയിൽ. അതാ പറഞ്ഞേ, ഈ കോമും കോർബയും C++ന്റെ മറ്റേ ഈ ഒബ്ജക്ട് ലെവൽ ഇന്ററോപ്പറബിലിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ മറ്റേ ഔട്ട് ഓഫ് പ്രോസസ്സും ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആക്സിഡന്റ്. ശരിക്കും C++ ഈ കോർബയുടെയും കോമിന്റെയും ഡിസൈൻ നോക്കിയാൽ അറിയാം. ഈവൻ RPC പോലും ഈ CA സ്ട്രക്ചർ കുറച്ചുകൂടി ലാംഗ്വേജ് ജനകീയമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു ലെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ ജാവ കോർബയെ
അതായത് RMI ഓവർ IIoT എന്നുള്ള ഒറ്റ ടെക്നോളജി വെച്ച് കൊന്നങ്ങടെ കളഞ്ഞു. പിന്നെ മൈക്രോസോഫ്റ്റിനും മറ്റേ എന്താ പറയാ ഈ അവരുടെ ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഒന്നും സ്കെയിൽ ആവില്ല എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടേഷൻ പവർ കൂടുകയും ഈ സൈസബിൾ നമ്പർ ഓഫ് വിഷ്വൽ ബേസിക് ഡെവലപ്പേഴ്സ് ജാവയിലേക്ക് പോയി കഴിഞ്ഞപ്പോ വേർ ഈസ് അവർ ജാവ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പൊ അതിനിടയ്ക്ക് ഒരു പൊളിറ്റിക്സും ഉണ്ട്. അതായത് ജാവ മൈക്രോസോഫ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ചെയ്തത് എന്താ വെച്ചാൽ മറ്റേ സണ്ണിന്റെ ടെക്നോളജി ലൈസൻസ് ചെയ്തു, ബോർലൻഡിൽ നിന്ന് മറ്റേ ഈ ആൻഡ്രിയ സെയിൽബർഗിനെ പൊക്കി 96. അപ്പൊ ആൻഡ്രിയ സെയിൽബർഗ് ആണ് വിഷ്വൽ J++ എന്നുള്ള കമ്പൈലർ എഴുതി, വിച്ച് വാസ് ഫാസ്റ്റർ ദാൻ അതർ കമ്പൈലേഴ്സ്. അത് മാത്രമല്ല അവരൊരു പ്രൊപ്രൈറ്ററി JNA എഴുതി, അതിന്റെ പേര് JDirect എന്നാണ്. അപ്പോ JDirect മറ്റേ ഇതിന്റെ അതായത് JNAയുടെ ജാവ കമ്മ്യൂണിറ്റി പ്രോസസ്സിന്റെ വയലേഷൻ ആണ്, അത് തെറ്റാണെന്നുള്ള രീതിയിലാണ് വാദിച്ചിട്ട് ആ കേസ് മൈക്രോസോഫ്റ്റ് തോറ്റത്. അപ്പൊ അവര് J# എന്നുള്ള ലാംഗ്വേജ് ആക്കി മാറ്റുകയും C# പ്രൈമറി ഓതറും ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഓതറും ആൻഡ്രിയ സെയിൽബർഗ് തന്നെയാണ്. അപ്പൊ ഊപ്പ് ജാവയ്ക്ക് മുമ്പ് ഈ മറ്റേ ഡിസൈൻ പാറ്റേൺസ് ഒരു സൊല്യൂഷൻ ആയിരുന്നു C++ന്റെ ലിമിറ്റിന്. അതേമാതിരി തന്നെ മറ്റേ എന്താ പറയാ ഇപ്പൊ സിയില് നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്ട് ലേഔട്ട് ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ അത് എക്സ്ട്രീംലി ഡിസിപ്ലിൻ ടൈപ്പ് ഓഫ് തിങ്സ് വിച്ച് കമ്പൈലർ ടെസ്റ്റ് നമ്മൾ ഹ്യൂമൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പ്രാഗ്മ പാക്കിംഗ് അതൊക്കെ സിയിലും ഉള്ളതല്ലേ? അതാണ് പ്രാഗ്മ പാക്കിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒബ്ജക്ട് ലേഔട്ട് വേറെ ഡാറ്റ ലേഔട്ട് വേറെ ഉണ്ടാവും ഒബ്ജക്റ്റിന്റെ ഉള്ളിലത്തെ. ഇത് മറ്റേ അതായത് വെർച്വൽ ടേബിൾ ഉൾപ്പെടെ സകല സാധനങ്ങളും വരുന്നതിനാണ് ഇവിടെ ഒബ്ജക്ട് ലേഔട്ട് എന്ന് പറഞ്ഞു. ഒബ്ജക്ട് ലേഔട്ട് എന്ന് പറയുന്നത് അല്ലാണ്ട് ഞാൻ ഇവിടുത്തെ ഡാറ്റ എലമെന്റ്സ് വരുന്നില്ല, അതായത് ഒരു സ്കീമാറ്റിക് ലേഔട്ട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ. മനസ്സിലായി. അതായത് ഏറ്റവും ബിറ്റ്. അപ്പൊ ഊപ്പ് മറ്റേ എന്താ പറയാ ഈ പ്രൊസീജറൽ പ്രോഗ്രാമിംഗിന്റെ ലിമിറ്റ് മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഊപ്പ്. ഏത് പ്രായോഗിക തലത്തിലുണ്ട്. പക്ഷെ ഊപ്പിന്റെ ഒറിജിനൽ ഉദ്ദേശം സിമുലേഷൻ സോഫ്റ്റ്വെയർ എഴുതാന്നല്ല, ഏജൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ ഏജൻസിന്റെ സ്റ്റേറ്റും അതിന്റെ ബിഹേവിയറും ക്ലബ് ചെയ്ത് വെക്കുക എന്നുള്ള സ്വാഭാവികമല്ലേ. അപ്പൊ അതിനൊരു ഊപ്പിന്റെ ഡിസൈനിൽ ഒരു എൻറ്റിറ്റി ബയാസ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ എൻറ്റിറ്റി ബയാസ് കളയാൻ വേണ്ടിയാണ് അതർ ടൈപ്സ് ഓഫ് ഊപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ C# സപ്പോർട്ട് ചെയ്യുന്ന ഊപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ബേസ്ഡ് ഊപ്പാണ്. പിന്നെ അവർ 2010 ഡൈനാമിക്കും എക്സ്പാൻഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് അവര് പ്രോട്ടോടൈപ്പ് ഊപ്പും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ലാലെ ഇന്റർഫേസിന്റെ ഉള്ള മെത്തേഡ്സ് പറ്റുമോ ലാലെ? ഇന്റർഫേസിന്റെ ഉള്ളിൽ പറ്റൂലായിരുന്നു, ഇപ്പൊ പറ്റും. ഏത് C# ഏത് വെർഷന് ശേഷം? അത് നോക്കണം കേട്ടോ, പക്ഷെ റീസെന്റ് വന്നതാണ്. 12 ആയിരിക്കണം. ഡിഫോൾട്ട് എന്നാണോ വന്നത്? ഡിഫോൾട്ട് എന്നാണോ? ഡിഫോൾട്ട് അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് എന്താ പറയാ ഇപ്പൊ നമ്മൊരു എന്താ പറയാ ഒരു ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ ആ ഫംഗ്ഷന് ആ ഇന്റർഫേസിൽ എഴുതിയേക്കണ സാധനങ്ങളും ആക്സസ് ചെയ്യാം. പിന്നെ എന്താ പറയാ ബേസിക് കോഡുകളും എഴുതാം. ഡിപെൻഡൻസി ഇൻജക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അപ്പൊ പിന്നെ അബ്സ്ട്രാക്ട് ക്ലാസ്സും ഇന്റർഫേസും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇപ്പോ ഇത് സംഭവം വന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഒരു ഇന്റർഫേസ് ഉണ്ട്, അത് എന്നിട്ട് ഫ്യൂച്ചറിൽ ആ ഇന്റർഫേസിൽ ചേഞ്ച് വരുമല്ല, പുതിയൊരു മെത്തേഡ് ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ പുതിയൊരു ഇന്റർഫേസ് ഉണ്ടാക്കേണ്ടി വരും ആ പുതിയ മെത്തേഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്രേക്ക് ആൻഡ് ചേഞ്ച് ആവുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സാധനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ട് ടണൽ ചെയ്ത് വിളിക്കണം, അല്ലെങ്കിൽ ഡിറൈവ് ക്ലാസ്സിൽ നിന്ന് ഓവർറൈഡ് ചെയ്ത് വിളിക്കാം അല്ലേ? ഡിറൈവ് ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓവർറൈഡ് ആവുന്നതാണ്. അത് ഓവർറൈഡ് ഒന്നും ചെയ്യണ്ട. ഡിറൈവ് ക്ലാസ്സിൽ ഇംപ്ലിമെന്റേഷൻ ഇല്ലെങ്കിൽ ഇന്റർഫേസിൽ ഇംപ്ലിമെന്റേഷൻ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഇപ്പൊ ജാവയില് ബൈ ഡിഫോൾട്ട് ആൾവേസ് വെർച്വൽ ആണ്. ഓക്കെ, C# വെർച്വൽ ആയില്ലെങ്കിൽ ഓവർറൈഡോ ഷാഡോയോ അങ്ങനെ എന്തോ ഉണ്ട്, അതൊന്ന് പറഞ്ഞു. ഷാഡോയിങ്ങും എന്താന്ന്? ഇപ്പം ഈ ഇതുണ്ടല്ലോ, അതായത്
അബ്സ്ട്രാക്ട് ക്ലാസ് ചെയ്യുമല്ലോ. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ എഴുതുമ്പോഴാണ് അബ്സ്ട്രാക്റ്റും വെർച്വലായിട്ട് എഴുതിയിടുന്നത്. അല്ലാണ്ട് വേറെ ചെയ്യേണ്ട കാര്യമില്ല. ഷാഡോയിങ് ഒരുമാതിരി എന്താ പറയാ, ഹൈഡ് ചെയ്യണ പോലത്തെ പരിപാടിയാണ്. അപ്പൊ അതായത് വെർച്വൽ അല്ലാത്ത മെത്തേഡ്സ് ഓവർ റൈഡ് ചെയ്ത ഷാഡോയിങ് ആവും ആണോ? വെർച്വൽ അല്ലാത്തത് അതായത് ഹൈഡിങ് ഉണ്ട്. അപ്പൊ ഹൈഡിങ് എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്യണം? കീവേഡ് എന്തെങ്കിലും ഉണ്ടോ? എന്താ ഷാഡോ ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ എന്താണ് കീവേഡ് വല്ലതും ഉണ്ടോ? മറ്റേത് ഓവർ റൈഡ് എന്നുള്ളത് മസ്റ്റ് ആണോ? അടിയിൽ വെർച്വൽ ഉണ്ടെങ്കിൽ ഓവർ റൈഡ് എന്ന് കൊടുക്കണം മസ്റ്റ് ആണോ? വെർച്വൽ ഉണ്ടെങ്കിൽ ഓവർ റൈഡ് കൊടുക്കണം. അതെ. അപ്പൊ അത് ഹൈഡ് ആണെങ്കിൽ അപ്പൊ വെർച്വൽ ഇല്ലാന്ന് വെച്ചോ ഒരു ബേസ് ക്ലാസ്സിലെ ഷാഡോയിങ് തന്നെ ഉണ്ട് ഹൈഡിങ്. അതാകുമ്പോ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. ഓക്കെ അതായത് ഓൾറെഡി ഇപ്പൊ ഒരു മെത്തേഡ് ഉണ്ട്, ആഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ നമ്മ അതിനാ ഷാഡോ ചെയ്യുമ്പോൾ ന്യൂ ആഡ് എന്ന് പറഞ്ഞിട്ടാണ് ഡിറൈവ് ക്ലാസ്സിൽ കൊടുക്കുക. അപ്പൊ അതായത് അതിന്റെ ഇതില് അതായത് നിങ്ങളത് ഇത് തന്നെ. അപ്പൊ ഈ അല്ല, എനിക്ക് അത് നീഡ് മനസ്സിലായില്ല. ഇവിടെയും ഇപ്പൊ ഇവിടത്തെ ഒബ്ജക്റ്റ് ലേഔട്ടിലും വെർച്വൽ ടേബിൾ ഉണ്ട്. ഓൾവേസ് വെർച്വൽ തന്നെ ആയിരിക്കണ്ടേ സാറേ? അല്ല ഇപ്പൊ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലാല് പറഞ്ഞ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ജാവയുടെ ബൈ ഡിഫോൾട്ട് ആൾവേസ് വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ യു നെയിം ഇറ്റ് ഓർ നോട്ട് എവറി മെത്തേഡ് വിത്തിൻ ദ ക്ലാസ് ഈസ് വെർച്വൽ. ഒരു വെർച്വൽ ടേബിൾ ഗിവൺ ആണ്. C# അങ്ങനെയല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ടോ മറ്റേ ഇന്റർഫേസോ അബ്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു വെർച്വൽ ടേബിൾ വെക്കുന്നില്ല. അല്ല, അപ്പൊ ഒരു വെർച്വൽ ടേബിൾ വെക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ നടക്കും അത്? എന്തുകൊണ്ട്? എന്താണ് വെർച്വൽ ടേബിൾ വെച്ചില്ലെങ്കിൽ ഇൻഹെറിറ്റൻസിന് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഡിസ്പാച്ച് എങ്ങനെ നടക്കും? അല്ല, മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാസ്റ്റ് ചെയ്തേക്കണം. അവരുടെ ഏത് ടൈപ്പ് ഉണ്ടോ അതിന്റെ ആ ടൈപ്പ് വിളിക്കും. മറ്റേ ജാവ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ ABC ഉണ്ടെന്ന് വെച്ചോ, ബിയുടെ മെത്തേഡ് വിളിച്ചാലും അവൻ സിയുടെ വിളിക്കുള്ളൂ. ബിയിലോട്ട് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് വെർച്വൽ തന്നെയാണ്. അവിടെ ആ ഏത് സെലക്ട് ചെയ്യും എന്നുള്ള സെമാൻറ്റിക്സ് ആണ് മാറുന്നത്. ഇടയിലൊന്ന് പറയട്ടെ. അതായത് ഈ രണ്ടും ബിഹേവിയർ വ്യത്യാസമുണ്ട്. അതായത് ഷാഡോ ചെയ്യുമ്പോൾ ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചാൽ മാത്രമേ ന്യൂ മെത്തേഡിൽ ഹിറ്റ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ബേസ് ക്ലാസ്സിലെ മെത്തേഡ് ഹിറ്റ് ചെയ്യും. പക്ഷെ അതേസമയം ഓവർ റൈഡ് ചെയ്യുവാണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഹിറ്റ് ചെയ്യുള്ളൂ എങ്ങനെ വിളിച്ചാലും. അതൊരു വേറെ അഡ്വാൻറ്റേജ്. അല്ല, നിങ്ങൾക്ക് അതായത് അവിടെ ഇൻസ്റ്റൻസ് അസൈൻ ചെയ്യണ കേസല്ല പറയണേ. അതായത് ഇപ്പോ A എന്നൊരു ക്ലാസ് ഉണ്ട്, ബി അതിന്റെ ചൈൽഡ് ആണ്, ബിയിലാണ് ഓവർ റൈഡ് ചെയ്തേക്കുന്നത്. ഓവർ റൈഡ് അല്ല, ഷാഡോ ചെയ്തേക്കണേ. അപ്പൊ കോൾ സൈറ്റില് എയുടെ ഇൻസ്റ്റൻസ് ആയിട്ടാണ് എടുക്കണേ. കോൾ സൈറ്റിൽ എയുടെ ഇൻസ്റ്റൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ റൈഡ് ചെയ്തേക്കാണെങ്കിൽ ബിയിലെ മെത്തേഡ് വിളിക്കും, ന്യൂ ആണെങ്കിൽ എയിലെ മെത്തേഡ് വിളിക്കും. ഷാഡോയിങ് ആണ് ചെയ്യണമെങ്കിൽ, ഷാഡോയിങ് വർക്ക് ചെയ്യണമെങ്കിൽ ബി ആയിട്ട് തന്നെ ഇൻസ്റ്റൻസ് വെച്ചിട്ട് ഓവർ കീവേഡ് വെച്ച് ബി ആണ് ചൈൽഡ് ഇവിടെ. ഓക്കെ, അപ്പൊ ബൈ ഡിഫോൾട്ട് വെർച്വൽ ആണ് ഇവിടെ. ബിയുടെ അതായത് ഓവർ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിയുടെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ആണ് അവിടെ ഡൈനാമിക്കലി ഇൻസ്റ്റൻസ് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ഏത് ടൈപ്പിന്റെ ആണോ ആ ടൈപ്പിന്റെ മെത്തേഡാണ് ഡിസ്പാച്ച് ചെയ്യപ്പെടുന്നത്. അതെ, അതല്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. C++-ലാണെങ്കിലോ അതെ ജാവയിലാണെങ്കിലോ നിങ്ങൾ ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആ ചെയിനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ അബ്സ്ട്രാക്ട് ക്ലാസ്സോ ഇന്റർഫേസോ ഇല്ലെങ്കിൽ വെർച്വൽ ടേബിളിന് കോസ്റ്റേ ഇല്ല. പക്ഷെ ജാവ ബൈ ഡിഫോൾട്ട് വെർച്വൽ ടേബിൾ ഉണ്ടെന്നാണ് അതെനിക്ക് മനസ്സിലായി. ഞാൻ C# ഡിഫറൻസ് ആണ് ഇവിടെ ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കണേ. അപ്പൊ C# കേസിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് വെർച്വൽ വന്നു കഴിഞ്ഞാൽ ആൾവേസ് വെർച്വൽ ആണ്. നിങ്ങൾ ഏതെങ്കിലും ചില സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഓവർ റൈഡ് ചെയ്യാം. കാരണം ബിന്ന് സി ഉണ്ടെങ്കിൽ മറ്റേ എന്താ പറയുക ബി വിളിച്ചിരിക്കും. ആൾവേസ് വെർച്വൽ സി അല്ലേ വിളിക്കുള്ളൂ. അതെ, അതായത് ഓവർ റൈഡ് എന്നുള്ള കീവേഡ് ഉണ്ടെങ്കിൽ, അതായത് അവിടെ ഒരു മെറ്റാഡാറ്റ അവിടെ ജനറേറ്റ് ചെയ്യുന്നതിലൊരു ട്രിക്ക് ഉണ്ട് ശരിക്കും. തീർച്ചയായും ലേഔട്ട് ട്രിക്ക് ഉണ്ട് അവിടെ. അല്ല, പക്ഷെ ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പറയുമ്പോ ഈ ഞാൻ ജാവയും C# ചെയ്യണേ ഐ പ്രിഫർ ജാവാസ്
എന്റെ ഫിലോസഫി ജാവയുടെ എനിക്ക് ഇഷ്ടം, ഏത് പണ്ട് മുതലേ. അതായത് നോൺ ട്രിവിയൽ ക്ലാസ്സസില് മറ്റേ വെർച്വൽ ടേബിൾ ഉണ്ടാവും എന്നാണ് എന്റെ തിയറി. അപ്പൊ എനിക്ക് ജാവയുടെ നാച്ചുറൽ ആയിരുന്നു. എന്ന സ്ഥാനത്ത് C++ ജാവയിലേക്ക് അന്ന് സ്വിച്ച് ചെയ്തവരൊക്കെ തന്തേ വിളിക്കുമായിരുന്നു, ഇത് എന്ത് ലാംഗ്വേജ് ആണെന്നുള്ളത്. C# എന്ത് ചെയ്ത് അതിന്റെ ഉള്ളിൽ വേറെ ഡിബേറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ആക്കിയത്. മനസ്സിലായി. അതായത് ഇവിടെ ഓവർ റൈഡ് കൊടുത്തിട്ടില്ലെങ്കിൽ എയുടെ ആയിരിക്കും വിളിക്കുക, ബി ആണെങ്കിൽ ഇൻസ്റ്റൻസ് എങ്കിലും. അതെ, ആ ഇൻഫർമേഷൻ അവന്മാര് അവിടെ ഇടും. അതെ അതെ. അപ്പൊ അതായത് വെർച്വൽ ആണ്. C++ന്റെ സെൻസിൽ എല്ലാം വെർച്വൽ ആണ് ഇവിടെ. അല്ല, അതെ, കാരണം മെറ്റഡാറ്റയിൽ നിന്നൊരു ലുക്കപ്പ് ഉണ്ട്. ഫ്രം വെയർ ടു ലുക്കപ്പ് എന്നുള്ളതാണ് മാറുന്നത്. അതെ അതെ. അല്ല ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ C++ കോസ്റ്റ് ഭയങ്കര പെർഫോമൻസ് ഇതുള്ളത് കൊണ്ട് അവര് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മെത്തേഡ് സ്മാർട്ട് ലിങ്കിങ് ഒക്കെ ഉണ്ട് അവർക്ക്. അവര് സ്മാർട്ട് ഡെസ്പാച്ച് ഒക്കെ ഉണ്ട്. അവര് പോയി നോക്കിയിട്ട് റിസോൾവ് ആണെങ്കിൽ അവര് വെർച്വൽ ഒക്കെ എടുത്ത് കളയും, മനസ്സിലായ. പക്ഷേ ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജാവയുടെ ആണെങ്കിലും C# ഒരു എനിക്ക് വേണമെങ്കിൽ ലൈബ്രറി ഡിസൈനർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും, മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ ഷാഡോയുടെ ഒന്നുകൂടി പറഞ്ഞേ. ഷാഡോയിങ് എന്താ നടക്കണേ? ഷാഡോയിങ് ഇത് തന്നെയാണ്, മെത്തേഡ് ഹൈഡിങ് ആണ് ഷാഡോയിങ്. അതായത് വെർച്വൽ ഒരു ബേസ് ഡിറൈവ് ക്ലാസ്സിലെ മെത്തേഡ് നമുക്ക് പബ്ലിക് ആണെങ്കിലും ഓവർ റൈഡ് ചെയ്തിട്ട് നമുക്ക് വേറെ കൊടുക്കാം. അതെ, അതിന് ഓവർ റൈഡ് ഒന്നും കീവേഡ് കൊടുക്കണ്ട, ന്യൂ കൊടുത്താൽ മതി. വെർച്വൽ അല്ലെങ്കിൽ പോലും അതിനെ ചേഞ്ച് ചെയ്യാം. അല്ല, അപ്പൊ അത് ഓവർ റൈഡുമായിട്ട് എന്താണ് ഡിഫറൻസ്? അതായത് എ എന്നുള്ള ഒരു ക്ലാസ്സും ബിയും ആണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിള്. എയിൽ ഒരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡിന് ബൈ ഡിഫോൾട്ട് ലൈബ്രറി എഴുതി എനിക്ക് തന്നെ ഒന്ന് വിചാരിക്കാം, അതിൽ ഒരു വെർച്വൽ മെത്തേഡ് ഉണ്ട്. ഓക്കെ, വി എന്ന് പറഞ്ഞ വെർച്വൽ മെത്തേഡ് ഉണ്ട്, പിന്നെ ഒരു ABC എന്ന് പറഞ്ഞ മെത്തേഡുകളുണ്ട്. ഓക്കെ, എനിക്കത് കിട്ടി, ഞാനത് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഈ വെർച്വലിനെ ഓവർ റൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യും മൊത്തത്തിൽ. പക്ഷേ ശരത്ത് മറ്റേ ABCനെ വെർച്വലായിട്ട് ഇടാത്തതുകൊണ്ട് എനിക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പക്ഷേ ന്യൂ വെച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്യാം. ആ സെയിം സാധനം ഓവർ റൈഡ് ചെയ്യണ പോലത്തെ ബിഹേവിയർ വരും. അത് എൻ്റെ എൻഡിലാണ് ശരത്തിനെ എഫക്ട് ചെയ്യും. അതായത് ജാവയിൽ ബൈ ഡിഫോൾട്ട് എല്ലാ പബ്ലിക്കും ഓവർ റൈഡ് ചെയ്യാം നമുക്ക്. വെർച്വലിന്റെ കോൺസിക്വൻസ് ആണ് അത്. അല്ല, അത് നമുക്ക് ഡിസ്കസ് അവിടെ ഇതൊരു വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി, ഇത് മൂന്നും തമ്മിലുള്ള. ഇത് മനസ്സിലായില്ലേ? എന്റെ കൺഫ്യൂഷന്റെ റൂട്ട് മനസ്സിലായില്ലേ? ഇപ്പൊ ജാവയിൽ അങ്ങനെ ഏത് പബ്ലിക് ആയിട്ടുള്ള ഏത് മെത്തേഡിനെയും ഓവർ റൈഡ് ചെയ്ത് കസ്റ്റം ഇംപ്ലിമെന്റേഷൻ എഴുതാം. അല്ല അത് ഡിഫോൾട്ട് ബിഹേവിയർ ലാംഗ്വേജിന്റെ ഡിഫോൾട്ട് ബിഹേവിയർ ആൾവേസ് വെർച്വൽ ആയതിന്റെ കോൺസിക്വൻസ് ആണ് അത്. ഇവിടെ കിട്ടിയ C++, ഇതിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++നെയാണ് ഈ C++ ഇതെല്ലാം അതല്ല പ്രിഫർ ചെയ്യുള്ളൂ. സർപ്രൈസ് ഇല്ല, അബ്സ്ട്രാക്ട് ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ ഡെസ്പാച്ച് ഇല്ല. പക്ഷേ ജാവയിൽ അതില്ലെങ്കിലും വരുന്നു. അപ്പൊ ഞാനത് പെട്ടെന്ന് കണ്ടുപിടിച്ച്, ഏത് ശരത്ത് 5 കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചവരൊക്കെ ഉണ്ടെന്ന്. അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ കോഡ് എഴുതി പോയിട്ടുണ്ടാവല്ലേ. അപ്പൊ അവന്മാര് തൊട്ട് വലിയ കാര്യം. അപ്പൊ ഇത് കൊണ്ട് അറിയാലോ, ഇത് വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് കേട്ടോ, മനസ്സിലായില്ലേ. അപ്പൊ ഇതെവിടെയും ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ അതാണ്. അപ്പൊ ചെറുത അല്ലാതെ അവിടെ നിന്നാണ് കൺഫ്യൂഷൻ വരുന്നില്ല. ഇപ്പൊ എന്റെ എന്ന് വെച്ചാല് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തിരിക്കേണ്ട സാധനം. നമ്മൾ ഡെയിലി C# എഴുതാനല്ലോ. ഓക്കെ, അപ്പൊ ഈ ഇന്റർഫേസ്, അബ്സ്ട്രാക്ട് ക്ലാസ്, ഇത് പിന്നെ എക്സ്റ്റൻഷൻ മെത്തേഡ് നെസ്റ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ഒരു ഇത് ഫസ്റ്റ് പാരാമീറ്റർ ദിസ് ഇട്ടിട്ട് ഏത് ടൈപ്പ് കൊടുത്തോ നമ്മൾ വിളിക്കുമ്പോൾ സിൻറ്റാക്റ്റിക് ഷുവർ ആണത്. obj.സാധനം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ obj ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് പോകും. അതായത് ഒന്ന് നെസ്റ്റിംഗ് ഒഴിവാക്കാം, പിന്നെ എക്സിസ്റ്റിംഗ് ക്ലാസ്സിലോട്ട് നമുക്ക് മെത്തേഡ് ആഡ് ചെയ്യുന്ന ഫീൽ കിട്ടും. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ റീഡബിലിറ്റി, കോഡ് സ്ട്രക്ചേർഡ് ആയിട്ട് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ വേറെ എന്താണ് ഈ മറ്റേ ഈ ആക്സസ് മോഡിഫയർ, ഈ സീൽഡ് എന്താണ്? കാരണം സീൽഡ് എന്ന് പറഞ്ഞാൽ ജാവയിൽ ഇപ്പോ യൂണിയൻ ടൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കീവേഡാണ്. പക്ഷെ സീൽഡ് എന്നുള്ളൊരു കീവേഡ് C# ഉണ്ട്.
ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സസ് കൊണ്ട് സീൽഡ് മെത്തേഡ് ഉണ്ടോ? സീൽഡ് മെത്തേഡ് ഇല്ല, സീൽഡ് ക്ലാസ്സേ ഉള്ളൂ, ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല സീൽഡ് അതായത് ആണെങ്കിൽ. ജാവയിലെ ഫൈനലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. ശരത്തെ ആ ഒരു കൺഫ്യൂഷൻ ആണ് രണ്ടും ചെയ്യുമ്പോ, മനസ്സിലായില്ലേ? മറ്റേത് കാണുമ്പേ സാർ ഒന്നും പറഞ്ഞു കേട്ടില്ല. സം ടൈപ്പ് പ്രൊഡക്റ്റ് ടൈപ്പ് അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ് സീൽഡ് വരുന്നത് ജാവയില്. ആ മൈക്രോസോഫ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഏതാണ് ഈ മറ്റേ ഈ ഡിസ്പോസ് പാറ്റേൺ യൂസിങ് ഒന്ന് ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞേ. അത് ട്രൈ അത് ക്യാച്ച് ഫൈനലി ആ കോണ്ടെക്സ്റ്റില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ മാനുവലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന കോഡൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനപ്പ് വേണ്ട സംഭവങ്ങൾ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്പ്ലേയിലൊക്കെ ഉള്ള സാധനം. അതെ അതെ. അപ്പൊ നമുക്ക് ചെറിയ സ്കോപ്പ് ആണെങ്കിൽ, അതായത് എന്താ പറയാ, നമുക്ക് എന്താ പറയാ, ഒരു അതായത് keyword- മറ്റേ ഒരു സൈറ്റില് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പ്ലേസ് ചെയ്യണമെങ്കിൽ യൂസിങ് അല്ല, ഞാനേ ലാലിന് അത് ഉഗ്രനായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം വിഷ്വൽ ബേസിക് VB.NET അത് കീവേഡ് ആയിട്ട് ഉണ്ടായില്ല. ഇപ്പൊ ട്രൈ ക്യാച്ച് ഫൈനലി വെച്ച് ചെയ്യണമായിരുന്നു അല്ലേ? അല്ല അത് രണ്ടും പറയണം കേട്ടോ. പറഞ്ഞു വിഷ്വൽ ബേസിക്കലി അല്ല, ഞാൻ ഇതിലോട്ട് തന്നെ വരാം. അതായത് നമ്മൊരു ഇപ്പൊ ഫയൽ ഹാൻഡ്ലർ ഓപ്പൺ ചെയ്യുവാണ്. ഫയൽ ഹാൻഡ്ലർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മ അവസാനം അത് ക്ലോസ് ചെയ്ത് കളയണം. അപ്പൊ ആ ക്ലോസ് ചെയ്ത് കളയണത് രണ്ട് രീതിയിൽ വരാം. ഒന്നാമത്തത് നമ്മ ക്ലോസ് ചെയ്യണ ഒരു സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ നമ്മ ക്ലോസ് ചെയ്യാൻ മറന്നുപോയിട്ട് ഗാർബേജ് കളക്ടർ കളക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം. അപ്പൊ രണ്ട് രീതിയിലും അത് ക്ലോസ് ചെയ്യാനുള്ള സംഭവം നമ്മ ചെയ്തിടണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ iDisposable ഇന്റർഫേസ് ഉപയോഗിക്കുന്നത്. iDisposable ഇന്റർഫേസ് നമ്മൊരു ക്ലാസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പോസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഡിസ്പോസിൽ ക്ലീനപ്പ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് ഡിസ്പോസിൽ കൊടുത്തു കഴിഞ്ഞാല് യൂസിങ് ആണെങ്കിൽ സിസ്റ്റം വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കേണ്ടി വരില്ല. ട്രൈ ക്യാച്ച് ഫൈനലി ആണെങ്കിൽ യൂസിങ് ആണെങ്കിൽ ആ യൂസിങ്ങിന്റെ സ്കോപ്പ് കഴിയുമ്പോൾ സിസ്റ്റം വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് മാനുവലി വിളിക്കാം. നമ്മൾ മാനുവലി വിളിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഒന്നിനോ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഡിസ്പോസ് ഉള്ള മെത്തേഡ് വിളിക്കണം, അത് ട്രൈ ക്യാച്ച് ഫൈനലി ഇട്ടിട്ടാണ് ഫൈനലിൽ വിളിക്കണം. പിന്നെ അപ്പൊ അത് വിഷ്വൽ ബേസിക്കലി അങ്ങനെ ചെയ്താലേ മതിയുള്ളൂ. C# ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. യൂസിങ് ആണ് ഉപയോഗിക്കണേ, ട്രൈ ക്യാച്ച് ഫൈനലി ആണ് ഉപയോഗിക്കുന്നത്. അല്ല ഞാൻ C# കോണ്ടെക്സ്റ്റിലാണ് പറയണം. അല്ല, അപ്പൊ C# ട്രൈ ക്യാച്ച് ഫൈനലിന്റെ ഉള്ളിൽ ഡിസ്പോസ് ചെയ്യുന്ന കോഡ് കണ്ടിട്ടുണ്ടോ? VB.NET അതേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. ഏത് അറ്റ്ലീസ്റ്റ് ഈ യൂസിങ് കീവേഡ് ഉള്ളിടത്തോളം കാലം ആരും ട്രൈ ക്യാച്ച് ഫൈനലിൽ എഴുതൂല ആവശ്യമില്ല, വെറുതെ. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ സെമാൻറ്റിക്സ് ഫൈനലി തന്നെ ആയിരിക്കൂലേ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് വരാ ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് റെപ്രസെന്റേഷനിൽ? അങ്ങനെയല്ല. ഇപ്പൊ സിസ്റ്റം മറ്റേ ഗാർബേജ് കളക്ടർ വിളിക്കും അതിന്റെ ഇടയ്ക്ക്. ഒരു കേസും കൂടി പറയട്ടെ. ക്ലാസിന്റെ ഡിസ്ട്രക്ടർ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ ചെറിയ കണക്ട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഡിസ്ട്രക്ടർ എന്ന് പറയുന്ന സാധനം ക്ലാസിന്റെ ഡിസ്ട്രക്ടർ GCയുടെ ആ സെമാൻറ്റിക്സ് അല്ലേ? അത് അങ്ങനെയല്ല ശരത്തെ. ഏതെങ്കിലും സാധനത്തിന് ഡിസ്പോസ് പാറ്റേൺ ഉണ്ടെന്ന് വെച്ചോ, ആ ലൈബ്രറി മറ്റേ സിസ്റ്റം ഇപ്പൊ യൂസിങ് വിളിക്കുകയാണെങ്കിൽ അതിന്റെ എൻഡില് മസ്റ്റ് ആയിട്ട് വിളിക്കും. ആര്? യൂസിങ്ങിന്റെ സ്കോപ്പിന്റെ അവസാനം ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്പോസ് വിളിക്കും. നമ്മൾ വിളിക്കണ്ട, ഫൈനലി എഴുതണ്ട. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അല്ല, അവിടുത്തെ സെമാൻറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ യൂസിംഗ് എന്നുള്ള കീവേഡിന്റെ ലോവർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫൈനലിയുടെ സെമാൻറ്റിക്സിലായിരിക്കും അത് ചെയ്യാം. അതെ. അപ്പൊ അത് ഓക്കെ. ഇനി അവിടെ GC വിളിക്കും എന്ന് പറഞ്ഞത് GC വിളിക്കാനായിട്ട് ഇപ്പൊ system.gc അങ്ങനെ വല്ല സിസ്റ്റത്തിന്റെ മറ്റേ ആ യൂസിങ് കീവേഡില് അങ്ങനെ കോഡ് ജനറേറ്റ് ചെയ്യണേ. ഇപ്പൊ ഒരു കേസ് പറയട്ടെ. നമ്മൾ യൂസിങ് എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കാം. യൂസിങ് എഴുതിയിട്ടില്ല, ട്രൈ ക്യാച്ചും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി മെത്തേഡിന്റെ സ്കോപ്പ് കഴിഞ്ഞു. സ്കോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗാർബേജ് കളക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഡിസ്പോസിബിൾ ഇന്റർഫേസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്പോസ് വിളിക്കും. അല്ല, മെത്തേഡിന്റെ സ്കോപ്പ് കഴിയുമ്പോ GC വിളിക്കണം നിർബന്ധമില്ലല്ലോ. ഇല്ലില്ല, GC കളക്ട് ചെയ്യുമ്പോ iDisposable അല്ല. പക്ഷെ മറ്റേതാണെങ്കിൽ അവിടെ കോൾ പ്ലേസ് ചെയ്യാൻ ശരത്തെ, യൂസിങ് ആണെങ്കിൽ കോൾ അവിടെ പ്ലേസ് ചെയ്തിരിക്കും. അത് മനസ്സിലായി അതിന് ഡൗട്ടില്ല. അപ്പൊ GCയുടെ സെമാൻറ്റിക്സ് ഇത് ഹോണർ ചെയ്യും.
അതെ, അതെ. അതായത് ഒബ്ജക്ട് അല്ല ക്ലീനപ്പ്. എനിക്ക് മനസ്സിലായി. അതായത് ലാല് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ എനിവേ GC വിൽ കോൾ ഇറ്റ് യൂസിങ് വിൽ ആക്ച്വലി ഹൈജീനിക് ആയിട്ട് ചെയ്യും. മറ്റേത് എന്തുറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്പോസ് പാറ്റേൺ ഉണ്ടെങ്കിൽ എന്തായാലും GC അതിനെ വിളിച്ചിരിക്കും. പക്ഷെ ആ സമയത്ത് ഒബ്ജക്റ്റിന് ഡിസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. GC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും. അതാണ് പ്രശ്നം. അത് ഏതാ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ചെയ്യേണ്ടി വരും. അല്ല ഇപ്പൊ യൂസിങ് തന്നെ ഡിറ്റർമിനിസ്റ്റിക് ഗാർബേജ് കളക്ഷൻ എന്നാണ് ഞാൻ പണ്ടൊരു ഇന്റർവ്യൂവിന് ഉത്തരം പറഞ്ഞത്. റെഡിയാ? കൊള്ളാം. അല്ല അതാണ് ഏറ്റവും ബെസ്റ്റ്. മനസ്സിലായില്ലേ? യൂസ് ചെയ്യണതാണ് പ്രാക്ടീസ്. അങ്ങനെ അല്ല പ്രാക്ടീസ് എന്തിനാണെന്നാണ് പറയണല്ലേ ഇവിടെ. പ്രാക്ടീസ് എന്തിനു വന്നു? പ്രോഗ്രാമർക്ക് സർപ്രൈസ് ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് എക്സ്റ്റേണൽ റിസോഴ്സ് ഇല്ല വെച്ചാൽ ഫയൽ ഹാൻഡിൽ നേറ്റീവ് മെമ്മറി ഒന്നും ഇല്ലെങ്കിൽ ഡിസ്പോസ് പാറ്റേൺ ആവശ്യമില്ല. ചെറുതേ അതെ അല്ല എനിക്ക് മനസ്സിലായി. ഇവിടെ ഇപ്പൊ ജാവയിൽ ഓട്ടോ ക്ലോസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഓട്ടോ ക്ലോസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അത് ഇതുപോലെ നമുക്ക് ട്രൈ വിത്ത് റിസോഴ്സ് എന്നൊരു സംഭവം ഉണ്ട്. സെയിം പരിപാടിയാണ് നടക്കണേ. അതെപ്പോ വന്നത്? അത് 7 ഒക്കെ ആയിരിക്കും ചിലപ്പോ. ആണോ? 8 നോക്കണത്. കോഡ് ലിസ്റ്റിംഗിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതെ അപ്പൊ ഇതില് നിങ്ങൾ GC എന്ന് പറഞ്ഞ സ്ഥലമാണ് എനിക്ക് കൺഫ്യൂസിങ് ആയത്. ഞാൻ ഇട്ടതാ, ലാലിട്ടതല്ല. GC ഞാൻ പറഞ്ഞ വേഴ്സ്റ്റ് കേസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. പോളിസിയാണ്. ആർക്ക് വേണമെങ്കിലും കോഡ് ചെയ്യാം, പക്ഷെ നശിപ്പിക്കരുത് എന്നുള്ള ആ പോളിസിന്റെ ബേസിലാണ്. പിന്നെ എനിക്ക് വന്ന രണ്ടാമത്തെ ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് GC ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോണർ ചെയ്യപ്പെടുമോ എന്ന് എനിക്ക് ഡൗട്ടായി. അല്ല, GC ഇൻവോക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1.1 ഹോണർ ചെയ്യപ്പെടുമായിരുന്നു മസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് വിളിക്കരുതേ എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ വേണമെങ്കിൽ ഡെഫേർഡ് എക്സിക്യൂഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. GC.collect ഞാൻ വിളിച്ചിട്ടുണ്ട് 3-4 സ്ഥലത്ത്. ജാവയിലുണ്ട്, അത് ഹോണർ ചെയ്യപ്പെടുന്നില്ല എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. കാരണം അത് അവരുടെ സ്റ്റിക്സ് ഒന്നും വർക്ക്ഔട്ട് ആവില്ലല്ലോ. അതെ അല്ല, C# കറക്റ്റ് ആയിട്ട് വിളിക്കുമായിരുന്നു. ഞാൻ വിളിച്ച കോടൊക്കെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? കാരണം അത് വിളിക്കാൻ കഴിഞ്ഞാൽ ഒരു ഉറപ്പില്ല എന്തൊക്കെയാണ് നടക്കണേന്ന്. അത് മനസ്സിലായില്ലേ? കുറെ സാധനങ്ങൾ തുറന്നും കിടക്കും. സാറേ ആ C# അതിന്റെ പാറ്റേണിന്റെ പേരെന്താണ്? ഡിസ്പോസ് പാറ്റേൺ. ഓക്കെ. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയുള്ള ഊപ്പില്? ക്ലാസ്, എക്സ്റ്റൻഷൻ മെത്തേഡ്, ക്ലാസ് അതിന്റെ സെമാന്റിക്സ്, എക്സ്റ്റൻഷൻ മെത്തേഡ്, പിന്നെ എക്സ്പാൻഡ് ഒബ്ജക്റ്റ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ. പിന്നെ ഡെലിഗേറ്റ്സ് ഇവന്റ്സ്, അനോണിമസ് ഡെലിഗേറ്റ്, പിന്നെ ലാംഡ നമുക്ക് കൊടുക്കാം. പിന്നെ വേറെ എന്താണുള്ളത് C#ൽ അതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാംഡയൊന്നും കയറണ്ട, ജനറിക്സും വേണ്ട, അല്ലാതെ ക്ലാസിക്കൽ ലൂപ്പില്. പിന്നെ മറ്റേ ഇതൊന്നും പാർഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. അതൊന്നും വലിയ പാർഷ്യൽ ക്ലാസ് ശരിക്കും IDEക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ ശരിക്കും പറയാം. നിങ്ങൾ പർപ്പസ്ഫുള്ളി അങ്ങനെ എഴുതാറുണ്ടോ? ഇപ്പൊ C#ലുണ്ട്, C++ ഉണ്ട് കേട്ടോ പാർഷ്യൽ ക്ലാസ്. റയർ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഡ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഒരു ഹ്യൂജ് ക്ലാസ് വന്നു. എക്സ്പെരിമെന്റൽ കോഡൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ ഇടാന്ന് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അതൊരു പാർട്ടീഷനിങ് മെക്കാനിസം ആണ് rather than ലോജിക്കൽ മെക്കാനിസം അല്ലേ? അതെ. പിന്നെ വേറൊരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ക്ലാസ് ഓൾറെഡി ഉണ്ട്, അപ്പൊ അതുമ്മ മോഡിഫൈ ചെയ്യാണ്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ വേണമെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയൊക്കെ അത് പക്ഷെ റയർ കേസാണ്. എനിക്ക് മനസ്സിലായി. അതല്ല, അത് മറ്റേ അല്ലെ ഇപ്പൊ നമുക്ക് ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ വേറെ എന്താ ഉള്ളത്? ഇതല്ലേ ഊപ്പിന്റെ. ഇപ്പൊ ഏകദേശം ഉപ്പ് കവർ ചെയ്തിട്ടുണ്ടോ C#ന്റെ? ഇപ്പൊ ഓട്ടോ ക്ലോസ് എനിക്ക് കിട്ടി, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അതെനിക്ക് ജാവയില് എനിക്കറിയില്ല ഇതുണ്ടായിരുന്നെന്ന്. അപ്പൊ ജാവയില് ട്രൈ ക്യാച്ച് ഫൈനലിൽ വേണം അല്ലേ, നേറ്റീവ് ഹാൻഡിലൊക്കെ ഉണ്ടെങ്കിൽ? ട്രൈ ക്യാച്ച് ഫൈനലിൽ വേണ്ടി വരും അത്. പിന്നെ ഇപ്പൊ ഓട്ടോ ക്ലോസ് ഉണ്ട് അല്ലാത്തവർക്ക് അല്ലെ? അതെ. അത് ട്രൈനകത്ത് നമുക്ക് ഒബ്ജക്റ്റ് അലോക്കേറ്റ് ചെയ്താൽ മതി, ബാക്കി അവന്മാര് ടേക്ക് കെയർ ചെയ്യും. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് ജനറിക്സ് നോക്കാം. അപ്പൊ ജനറിക്സ് ലാലെ
C#, അപ്പൊ നമുക്ക് C# ഫോക്കസ് വയ്ക്കാം, മറ്റേ ജാവ ഒരു കമ്പാരിറ്റീവ് ഇതിൽ വയ്ക്കാം. ഈ ജനറിക്സ് ക്ലാസസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, ലാംഡ ഉണ്ട്. ഓക്കെ, ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ കൺസ്ട്രെയിൻസ്, കോവേരിയൻസ്, കോൺട്രാവേരിയൻസ്, ഇൻവേരിയൻസ്, ഇതല്ലാതെ എന്തെങ്കിലും വേറെ ജനറിക് ടോപ്പിക് ഉണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിന് ജനറിക്സ് ഇല്ലാതെ മെത്തേഡിൽ ജനറിക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലാലെ? ഉപയോഗിക്കാം. സ്റ്റാറ്റിക് മെത്തേഡിനെ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് മെത്തേഡിനല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ്. ഇല്ല, സ്റ്റാറ്റിക് മെത്തേഡിനല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. നമ്മളെ കോൾ സൈഡിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ടൈപ്പ് പറയുവാണെങ്കിൽ പറ്റും. അതെ, ഇല്ല, കോൾ സൈഡിൽ നമുക്ക് അനോട്ടേറ്റ് ചെയ്യാതെ. അതെ. അതെ. C# പറ്റുമെന്നുള്ള ജാവ അങ്ങനെയാണോ? ജാവ പറ്റും. ഓക്കെ, അതായത് പറ്റണം. അപ്പൊ അവിടെ പോളിമോർഫിക് ആയിരിക്കുമോ? അതായത് ഇപ്പൊ ടെസ്റ്റ് ടിയും ടെസ്റ്റ് എന്നുള്ളതും ആവാമോ? നമുക്ക് ടി വേണമെങ്കിൽ ചില സെലക്ട് ചെയ്യാന്നാണോ? പിടിയിട്ടില്ല. അപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ ടി എന്നുള്ളൊരു പാരാമീറ്റർ ഉണ്ട്, ഒരു പാരാമീറ്റർ വെച്ചിട്ട് ലോജിക്ക്. ടെസ്റ്റ് എന്നുള്ള ഒരു വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ എനിക്ക് ആ ടെസ്റ്റ് ടി ആണ് വിളിക്കേണ്ടത് എന്നുള്ളത് അതൊരു പ്രശ്നമുണ്ട് അവിടെ. അത് എനിക്ക് അത്ര ഉറപ്പില്ല നടക്കും. പക്ഷേ മറ്റേ ടെസ്റ്റ് ഇല്ല, ടെസ്റ്റ് ടി ആണെങ്കിൽ എന്തായാലും വിളിച്ചിരിക്കും. നമ്മള് ലോങ്ങോ അവിടെ വെച്ച് കൊടുത്താൽ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ മറ്റേ ഈവൺ നടക്കണമെങ്കിലും അത് പോളിമോർഫിസം പോലെ വരില്ല, അത് സെയിം സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ പോവില്ലേ? അല്ല, ഞാൻ അതിന്റെ ഇതല്ല ഇപ്പേ ക്ലാസ്സിന് ടെംപ്ലേറ്റ് TUV ഒക്കെ വല്ല കാണാം, അത് മെത്തേഡിലോട്ട് കാസ്കേഡ് ചെയ്യും. സ്റ്റാറ്റിക് മെത്തേഡിന് ഓഫ് കോഴ്സ് അതിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മളത് ജനറിക്സ് വിളിക്കും. അല്ലെങ്കിൽ ഇതില്ല, ഈ ക്ലാസ് ജനറിക് അല്ല, മെത്തേഡ് ജനറിക് ആവുന്ന കേസ് ഉണ്ടോ എന്നുള്ളത്, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വിളിക്കാറുണ്ടോ എന്നുള്ളതാണ്, അങ്ങനെ കോമൺ പാറ്റേൺ ആണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ജനറിക്സിനെ കുറിച്ച് ലാൽ കുറച്ച് പറയൂ. C# ജനറിക്സ് ഒക്കെ എങ്ങനെ ഒരു ജാവക്കാരന് പറഞ്ഞു കൊടുക്കും? C# ജനറിക്സ് ജാവയിലെ ജനറിക്സ് പോലെ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ കമ്പൈൽ ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ആവുമ്പോൾ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. എനിക്ക് ജാവയിലെ ജനറിക്സ് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. വാല്യൂ ടൈപ്പിന്റെ ജനറിക്സ് ഉണ്ടാക്കാൻ പറ്റില്ല ജാവയില്. ഓക്കെ. അവിടെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് പറഞ്ഞു ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അപ്പൊ വാല്യൂ ടൈപ്പിന്റെ ജനറിക്സ് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്ങിലൊക്കെ ജാവയില് RL തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ വാല്യൂ ടൈപ്പ് എന്ന് പറയുമ്പോൾ സ്ട്രക്റ്റ് ആണല്ലോ, അപ്പൊ അതില് ഈ ഡാറ്റ ലേഔട്ട് ആണ് സ്പെസിഫിക് ആയിട്ട് കൊഹറന്റ് ആയിട്ട് നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്റ്റിനകത്ത് ഫർദർ സ്ട്രക്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പോയിന്റർ പോലെ സ്റ്റാർ ഇട്ടിട്ട് നമുക്ക് റെഫറൻസ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഫ്രാഗ്മെന്റഡ് ആയിട്ട് കിടക്കും, പക്ഷെ ഗിവൺ സ്ട്രക്റ്റില് ലീനിയർ ഡാറ്റ ലേഔട്ട് കൊഹറന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ C# അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ ഫ്രാഗ്മെന്റഡ് അല്ല, നിങ്ങളിൽ സ്ട്രക്റ്റിന്റെ ഉള്ള സ്ട്രക്റ്റ് എല്ലാം വാല്യൂ ടൈപ്പ് ആണെങ്കിൽ ആക്സസ് ചെയ്യുന്ന സ്ഥലത്തുള്ളൂ, ലേഔട്ട് മറ്റേ ആ ഓർഡർ തന്നെ ആയിരിക്കും. അല്ല, പക്ഷെ കൺസ്ട്രക്ഷൻ ലീനിയർ ആവണം നിർബന്ധമില്ലല്ലോ സാറേ. അതായത് ഡിഫറെന്റ് പല സ്ഥലത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ട് വയർ ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ അല്ലെ, അതായത് ഓക്കെ, അതായത് ഇപ്പൊ പക്ഷേ ഈ പൊതുവെ ഈ എന്താ പറയാ, നമ്മൾ വാല്യൂ ടൈപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാ? ഡാറ്റ കോഹറൻസിന് വേണ്ടിയാ. അതായത് അതിന്റെ പൊളിറ്റിക്സ് പറയാൻ നമുക്ക് അതിന്റെ ഉള്ളോട്ട് പോവാം. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ടൈപ്പ് എന്താണ്? 1 സ്റ്റെപ്പ് ഇൻസ്റ്റൻഷിയേഷൻ മതി RAയുടെ.
ഇപ്പൊ അറേ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ റെഫറൻസ് ടൈപ്പ് ആണെങ്കിൽ ഇപ്പൊ ടെസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഇസിക്കൽ ടു ന്യൂ ടെസ്റ്റ് 100 കൊടുത്തിട്ട് പിന്നെ ഒരു ലൂപ്പ് ചെയ്ത് ഓരോ സാധനവും നള്ളോ ഇനീഷ്യലൈസോ ചെയ്ത് പിന്നെ അതിലോട്ട് നമുക്ക് സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. 2 സ്റ്റെപ്പാണ്. എന്ന സ്ഥാനത്ത് വാല്യൂ ടൈപ്പ് ആണ് ടെസ്റ്റ് എക്സ് 100 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലൊക്കേഷനിൽ ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ഒക്കെ ഉണ്ടാവും. ഹീപ്പിലും സ്റ്റാക്കിലും അത് ഗ്യാരണ്ടി ചെയ്യും. അതാണ് അതിന്റെ പൊളിറ്റിക്സ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് നെസ്റ്റഡ് ആണ്. അപ്പൊ നെസ്റ്റഡ് ആണെങ്കിൽ ഇപ്പോ സ്ട്രക്ട് വിത്ത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണെങ്കിൽ ആ ഓർഡറിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇനിയിപ്പോ വാല്യൂ ടൈപ്പിലോട്ട് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പറ്റുമോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ പിന്നെ ആ പ്രശ്നം എനിക്ക് അതങ്ങനെ ശരിയാവും. അതായത് ഒന്നില്ലെങ്കിൽ ലിറ്ററൽ സിൻടാക്സ് വേണം ജനറേറ്റ് ചെയ്യാനായിട്ട്, ഈ കോഹറൻസ് കമ്പൈലറിനെ എൻഷുർ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഈച്ച് പാർട്ട് ഇൻഡിപെൻഡന്റ്ലി കൺസ്ട്രക്ട് ചെയ്തിട്ട് അസംബിൾ ചെയ്യണം. കൺസ്ട്രക്ടറിന് ഈക്വലന്റ് സ്ട്രക്ചർ അവിടെ ഉണ്ടാവണം. ഞാൻ അഗ്രി ചെയ്തു. ഓക്കെ, അപ്പോ ഈച്ച് പാർട്ട് ഐസൊലേഷൻ വരുമ്പോ അവിടെ കോഹറൻസ് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് അതൊരു ഈ എന്താ പറയാ ഔട്ടർ ഒബ്ജക്ട് ഈസ് ഓൺലി ഫുൾ വെൻ ഓൾ ദി ഇന്നർ ഒബ്ജക്ട്സ് ആർ കൺസ്ട്രക്റ്റഡ് എന്നുള്ള ഒരു ലെവലിലായിരിക്കും ഇൻ സം കൈൻഡ് ഓഫ് എ സീക്വൻസിങ്. അല്ല, പക്ഷെ അത് ഓർഡർ ഗ്യാരണ്ടി ഇല്ലല്ലോ. ഔട്ട് ഓഫ് ഓർഡർ, അതായത് എവിടെ നിന്ന് വേണമെങ്കിലും നടക്കാം. അതാണ് പ്രശ്നം. കൺസ്ട്രക്ഷൻ അസംബിൾ ചെയ്യണ കേസ് ആവുമ്പോ അല്ല അത് പക്ഷെ വാല്യൂ ടൈപ്പിൽ ഒരു കാര്യമുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് ഒരു സാധനം ഉണ്ടാവും, പിന്നെ റീ അസൈൻമെന്റ് അല്ല. അതെ, അപ്പൊ അത് റെഫറൻസ് ആണോ ഇതാണോ എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട് ആവുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് റിക്കർസീവ്ലി കൊഹറന്റ് ആയിട്ടുള്ള ലേഔട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ മെമ്മറി പാക്ക് ചെയ്ത് കിടക്കും. റിക്കർസീവ്ലി കൊഹറന്റ് അപ്പൊ ലിങ്ക് ഉണ്ട്. ഇല്ല, മെമ്മറി പാക്ക് ചെയ്ത് കിടക്കുന്നു. അത് മെമ്മറി പാക്ക് ചെയ്ത് കിടക്കും. പക്ഷേ കമ്പൈലർ അത് വിൽ മേക്ക് ഷുവർ. അതായത് സാറ് പറയുന്നത് അവിടെ അസൈൻമെന്റ് വരുമ്പോ കോപ്പി ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതെ അതെ, ഒറിജിനലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒറിജിനലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേഷൻ വരും, ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ വരും. അതിന്റെ ഗാർബേജിലോട്ട് പോകും, അത് പിന്നെ കളക്ട് ചെയ്ത് പോകും. അപ്പോ അതിന്റെ റെഫറൻസ് നമ്മൾ കോൾസ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ അലിയാസ് ചെയ്ത് കിടക്കും. അലിയാസി വരാൻ പറ്റില്ല. അതായത് ഇത് ഞാൻ പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഒരു സ്ട്രക്ചറിന്റെ ഉള്ള സ്ട്രക്ചറിനെ ഏതെങ്കിലും ഒരു റെഫർ ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല അവിടെ. അപ്പൊ ഓൾവേസ് കോപ്പി വരും, ഇമ്മ്യൂട്ടബിൾ ആണ് ഇൻ എ വേ. നമുക്ക് അല്ല അതിനെ കുറിച്ച് അല്ല, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നല്ലതാണല്ലോ അറിയുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ വെച്ചാല് ഇതെല്ലാം നമ്മൾ വെർച്വൽ മെഷീനിൽ എങ്ങനെയാണ് ഇവര് ചെയ്യണേന്ന് ഇപ്പൊ നമ്മുടെ ചർച്ചയുടെ ഉദ്ദേശം അതായിരുന്നില്ലെങ്കിലും ന്യൂ തിങ്സ് ആർ കമ്മിങ് അല്ലേ? അല്ല, ഞാൻ എന്റെ ഇത് മെന്റൽ മോഡൽ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ് ഒരു മനസ്സിലായ? ഓക്കെ, അപ്പൊ ജനറിക്സ് വാല്യൂ ടൈപ്പിന്റെ പറ്റില്ല, ഇവിടെ പറ്റും. പിന്നെ കൺസ്ട്രെയിൻസ് രണ്ടിലും ഉണ്ട്. ഈ കൺസ്ട്രെയിൻസിനെ കൺസെപ്റ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് റിക്വയർമെന്റ് എന്നാണ് ശരിക്കും, കൺസെപ്റ്റ്സ് ആണ് അതിന്റെ ഓണ്ടോളജിക്കൽ നെയിം. കൺസ്ട്രെയിൻസ് എന്നുള്ള ചൂസ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? അത് ലോകം കാണുന്ന കാര്യമാണ്. അതായത് എല്ലാം ചെയ്യാം, കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇനി അല്ലെങ്കിൽ ഒന്നുമില്ല, സ്പെസിഫിക്കേഷൻ ഉണ്ട്, എങ്ങനെ വേണമെങ്കിൽ. അപ്പോ പിന്നെ FP ആണ്. FP C# ലിങ്കിനൊപ്പം വന്നതാണ്. ലാംഡ വെർച്വൽ മെഷീൻ സപ്പോർട്ട് ഉണ്ട്. ജാവയില് ഒരു മെക്കാനിസം, അതായത് ഒരു എക്സിസ്റ്റിംഗ് മെക്കാനിസം വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്തേക്കണേ. ഈ C# കറിയിങ്ങും പാർഷ്യൽ ഫംഗ്ഷൻ ആപ്ലിക്കേഷനും ബിൽട്ടിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറീഡ് ഫോമിൽ എഴുതണ്ട. ജാവയിൽ അങ്ങനെ എഴുതുന്ന എനിക്ക് മനസ്സിലാക്കണേ. പാർഷ്യൽ ഫംഗ്ഷൻ ആപ്ലിക്കേഷൻ ഉണ്ടോ ജാവയില്? ഞാൻ സ്കാല മറ്റേ ജാവ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് മറ്റേ ഈ സെമാന്റിക് ലെവലിലല്ല, കറീഡ് ഫോമിൽ എഴുതാം.
അതെ 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 പക്ഷെ അത് പാർഷ്യൽ ഫംഗ്ഷൻ ഇല്ല, നമ്മൾ എഴുതിയിട്ട് ഈറ്റ് ചെയ്യണം ഇത് വൺ അറ്റ് എ ടൈം. അതെ 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 അതാണ് ആ സെമാന്റിക്സ് നമ്മൾ സിമുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ അപ്പൊ പിന്നെ അല്ല, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. അതായത് ഈ മറ്റേ വെർച്വൽ മെഷീൻ ലെവൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? അല്ല, ലാംഗ്വേജ് ലെവലില്, സോറി, ലാംഗ്വേജ് ലെവലില് ഒന്നുകൂടി പറഞ്ഞ പോലെ ലാംഗ്വേജ് ലെവൽ എന്ത് കറിയുടെ സപ്പോർട്ട്? ഇപ്പൊ സ്കാലയുടെ ഗുണം എന്താണ്? നിങ്ങൾ ഏത് ഫംഗ്ഷനും അറിയാം. അല്ല ലാംഡ. ലാംഡയെ കറിയുടെ ഫോമില് ഓക്കെ 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 കമ്പൽ. ഓക്കെ ശരി ആ. ശരി. അപ്പൊ അവിടെ എന്താണ് ശരിക്കും പറഞ്ഞ സംഭവിക്കുന്നത്? അതായത് ഈ കറീഡ് ഫോമില് ഇപ്പൊ കറീന്ന് വല്ല മെത്തേഡ് ഇൻവോക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഡൈനാമിക് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ? അതെനിക്ക് അറിയില്ല ഇപ്പോഴും, അത് നമുക്ക് നോക്കണം. അതിപ്പോ ഓക്കെ ഈ അത് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നണേ, അല്ലെ? ഒരു അതെ അതെ. അപ്പൊ അങ്ങനെ ഡൈനാമിക് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് യൂസർ ഡിഫൈൻഡ് ആയിട്ട് ഡൈനാമിക് എഴുതുന്നതായിട്ട് ആണോ? എന്താ അത് വ്യത്യാസം കമ്പൈൽ എന്നാണ് ചോദ്യം. അത് അതായത് ചിലപ്പോൾ കമ്പൈലറിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കറി ഇൻവോക്കേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോഡ് ഇട്ടാൽ മതി. അപ്പൊ ഈ ലാംഡ എങ്ങനെയാണ് റിയലൈസ്ഡ് ആവുന്നത് ഇതിനകത്ത്? മറ്റേ റേഫിക്കേഷൻ മെക്കാനിസം തന്നെയാണോ? അത് ഉണ്ടാവണല്ലേ, കാരണം ലാംഡ മാത്രമല്ല ജനറേറ്റ് ലാംഡ ഉണ്ട്. അപ്പൊ അതൊരു ഇപ്പോഴും എനിക്ക് അതിന്റെ ഫുൾ ഇംപ്ലിമെന്റേഷനെ കുറിച്ച് ഐഡിയ ഇല്ല, മനസ്സിലായില്ല. നമുക്കത് എക്സ്പ്ലോർ ചെയ്യണം, മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ അപ്പൊ അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഇനി എഴുതി നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഊപ്പ്, ജനറിക്സ്, FP. ഇനിയിപ്പോ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ലോവർ ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു ഇത് പറയാം. ഊപ്പ് ആൾറെഡി അറിയാമല്ലോ, അതായത് മറ്റേ വെർച്വൽ ടേബിളും മറ്റേ എന്താ പറയാ ഹിഡൻ ദിസ് പോയിന്റ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഒരു സമവായമുണ്ട്. ഇപ്പൊ ജനറിക്സ് C#ല് VM ലെവലിലാണ്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല, FPയുടെ അറിയില്ല. ജാവയുടെ കേസിലാണെങ്കിൽ ടൈപ്പ് ഇറേസർ ആണ്, കുറച്ചും കൂടി വെൽ നോൺ ആണ്. ഇനിയിപ്പോ FP മറ്റേ ബ്രയൻ ഗോഡ്സിന്റെ ടോപ്പിക്, ഇപ്പൊ ഇൻവോക്ക് ഡൈനാമിക് വേണമെങ്കിൽ ശരത്തിനൊരു ജാവയുടെ ഒരു FPയുടെ ഡെസ്പാച്ചിനെ കുറിച്ചൊന്ന് ശരത്തിന് അറിയാവുന്ന പറയാമോ? അതായത് ഇപ്പൊ ജാവ 7 വന്ന ഇതാണ് വെർച്വൽ മെഷീൻ ചേഞ്ച് ആണ് ഇൻവോക്ക് ഡൈനാമിക് എന്നുള്ളത്. അപ്പൊ ഇൻവോക്ക് ഡൈനാമിക് എന്നുള്ളത് ഒരു മെക്കാനിസം ഈ ഡൈനാമിക് കോൾ സൈറ്റ് റെസൊല്യൂഷന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന മെക്കാനിസം ആണ്. അപ്പൊ അതിന്റെ പ്രൈമറി ടാർഗറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ലാംഗ്വേജസ് ഓൺ JVM ആയിരുന്നു. അതായത് അതർ ലാംഗ്വേജസ്. അതെ 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 അതെ. അപ്പൊ ഫണ്ടമെന്റൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഈ കോൾ സൈറ്റില് ടാർഗറ്റ് റെസൊല്യൂഷൻ ഒരു ഇൻഡയറക്ഷൻ കൊണ്ടുവരാന്നുള്ളതാണ് ഫസ്റ്റ് ഇന്റന്റ്. അതായത് ഒരു കോഡ് മാനുഫാക്ചർ ഒരു ഡാറ്റ മാനുഫാക്ചറിലോട്ട് കൊണ്ടുപോകും, അല്ലെ? അതെ, ഡാറ്റ മാനുഫാക്ചർ അത് ഓക്കെ, അങ്ങനെ അത് വേണമെങ്കിൽ കോൺസിക്വൻസ് ആയിട്ട് പറയാം. അങ്ങനെ നിർബന്ധമില്ല. ഒരു ഇൻഡയറക്ഷൻ ഉണ്ട് അവിടെ. ഒരു ബൂട്ട്സ്ട്രാപ്പ് മെത്തേഡ് എന്നുള്ളതാണ് അവിടുത്തെ ഇത്. ഒരു കോൾ സൈറ്റ് എന്നുള്ളൊരു ഇന്റർഫേസ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും അവിടെ. ഇന്റർഫേസ് കോൺട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ കോൾ സൈറ്റിന്റെ മൾട്ടിപ്പിൾ ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ ഡൈനാമിക് ലാംഗ്വേജസിന് ഒരു ഡൈനാമിക് നേച്ചറിലുള്ള ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും കൊടുക്കുക അവിടെ. അപ്പോ അത് വൺ ടൈം ബൈൻഡിങ് ആണ്. അതായത് ഫസ്റ്റ് ഈ സാധനം ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസിലോട്ട് വൺ ടൈം ആയിട്ട് നമുക്ക് ബൈൻഡ് ചെയ്ത് കിട്ടും ഈ കോൾ സൈറ്റിന്റെ ഇന്റർഫേസ്. ഈ കോൾ സൈറ്റ് ഒരു മെത്തേഡ് ഹാൻഡിൽ പോയിന്റ് ചെയ്യണ്ടാവും. എന്നിട്ട് നമുക്ക് ഒരു ഇൻവൊക്കേഷൻ നടത്താം. അതായത് ഈ ആക്ച്വൽ മെത്തേഡ് ഇൻവൊക്കേഷൻ ഇതിലോട്ട് ഡെലിഗേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഇൻവൊക്കേഷൻ നടക്കും. അപ്പൊ ഈ ലാംഡയുടെ കേസിൽ സാറ് പറഞ്ഞ പോലെ ഒരു മറ്റേ ലാംഡ മെറ്റാ ഫാക്ടറി എന്നൊരു സാധനമുണ്ട്. അപ്പൊ ഈ ബൂട്ട്സ്ട്രാപ്പ് മെത്തേഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ വിളിക്കും. ഓൾ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഒരു ഡൈനാമിക് ക്ലാസ് കൺസ്ട്രക്ഷനും ലോഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവോക്ക് ചെയ്യേണ്ട സാധനത്തിന്റെ മെത്തേഡ് ഹാൻഡിൽ റെഫറൻസ് കൺസ്ട്രക്ട് ചെയ്ത് ഇതിൽ പാക്ക് ചെയ്തിട്ട് തിരിച്ച് മറ്റൊരു കാഷും ചെയ്യും, അല്ലേ? ആ ഇമേജ് കാഷ് ചെയ്യാൻ ചെയ്യുന്നതാണല്ലേ? അതെ അതെ അതെ. കാരണം അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാഷ് നടന്നു കൊടുക്കും, അല്ലേ? അതെ അതെ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒരു ഈ മെത്തേഡ് ഹാൻഡിലേ കാണുള്ളൂ. ബാക്കിയുള്ള റെഫറൻസ് അവരെ വെൽ ബിൽഡാ. പിന്നെ ഈ സാധനം പാസ് അറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാവും. അതായത് പിന്നെ ലാൻഡോ മെറ്റാ ഫാക്ടറിയോ മറ്റേ കാഷിംഗ് തന്നെ അവർക്ക് വേണ്ടി എടുത്ത് കളയാം. കാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് അസൈൻ ചെയ്തിട്ട് അവരുടെ സാധനം വിട്ട് കളയും. അതെ അതെ. അല്ല, പിന്നെ ഇത് വൺസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസിന്റെ സെമാന്റിക്സാ. പിന്നെ എല്ലാ ആ മെറ്റാഡാറ്റ ഫുൾ അവിടെ ഉണ്ട്. ഉണ്ട്. പിന്നെ മറ്റേ കറക്റ്റ് ആ ടാർഗറ്റിനെ വിളിക്കൽ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും സ്ലാങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി ആണല്ലേ ഇത്? അതെ 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 അതെ. ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യാല്ലേ? അതെ അതെ. അല്ല, ഇത് വെർബലി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് പിന്നെ ലാംഡയുടെ ആക്ച്വൽ
ആ എക്സ്പ്രഷൻ അവര് പ്രൈവറ്റ് മെത്തേഡായിട്ട് മോഡൽ ചെയ്യും. അതായത് അതാണ്. വിത്ത് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് $1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. പിന്നെ ക്ലോഷർ ആണെങ്കിൽ ഇതാണ് ഇൻസ്റ്റൻസ് മെത്തേഡ്, ഇൻസ്റ്റൻസ് ഫീൽഡ്സ് എന്നുള്ള ലെവലിൽ ട്രാൻസ്ഫോം ആവും. അപ്പൊ അവിടെ ഒരു ക്ലാസ് ഉണ്ടാവണ്ടല്ലേ, ഒരു അതെ, ഈ അതായത് ഒരു സ്ട്രക്ട് പ്ലസ് സ്ട്രക്ട് എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ്, സോർട്ട് ഓഫ് എ റെക്കോർഡ് പ്ലസ് എ വൺ യൂണറി മെത്തേഡ് വിത്ത് എന്താണ് ഫ്ലാറ്റൻഡ് സിഗ്നേച്ചർ അല്ലേ? അല്ല അതെ. ഈ $1, 2 എന്നല്ല സാർ അവിടെ ഉദ്ദേശം, അതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. ഇത് വരും അവിടെ, അതായത് അവിടെ ഈ ഫീൽഡ് ആക്സസ് ആയിട്ട് റീറൈറ്റ് ചെയ്യും ഫ്രീ വേരിയബിൾസിനെ. പിന്നെ ക്യാപ്ചർ ഈസ് കൺസ്ട്രക്ടർ എന്നുള്ള ആ ലെവലില. നൈസാണ്. അല്ല നമുക്ക് പെട്ടെന്ന് ലാംഡയ്ക്ക് ഒരു പുതിയ ടാർഗറ്റ് സ്ട്രാറ്റജി കിട്ടും. ഓക്കെ. അപ്പൊ ഏകദേശം ഊപ്പ് എങ്ങനെ ലേഔട്ട് ചെയ്യുന്നു ഇന്ന് ജനറിക് മാനർ. ഇപ്പൊ ഈ അല്ല സാറേ, ഇന്നേവേ ചിന്തിക്കുവാണെങ്കിൽ റീഫിക്കേഷൻ കൊണ്ടുവരാം. കാരണം ഇത് റീഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതെ, ഇത് പറഞ്ഞോ. എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ മൈക്രോസോഫ്റ്റ് അങ്ങനെ ഒരു ഡിസൈൻ അപ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്താലും ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, നിങ്ങൾ ഇന്നലെ പറഞ്ഞാൽ ബിസിനസ് മറ്റേ ഡാറ്റ ആക്സസ് പാറ്റേൺ നേരത്തെ അറിഞ്ഞുകൊണ്ടെങ്കിൽ മറ്റേ ഗ്രാഫ്ക്യൂൽ ഉണ്ടാക്കിയിട്ട് മറ്റേ സാധനമാണ് ഈ ലാംഡ മറ്റേ ഈ സാധനം ഈ ശരിയല്ലേ? ഓക്കെ. അപ്പൊ അത് ഇവിടെ കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസിലോട്ട്, ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ മുമ്പ് നമുക്ക് CLRന്റെയും JVMന്റെയും ഞാനൊന്ന് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസിൽ ഒരു ഫ്രം 1995 to 2005 ആ വിൻഡോ ആണല്ലോ ഇവർ തമ്മിൽ ഏറ്റവും ഫിയേഴ്സ് ആയിട്ട് കമ്പീറ്റ് ചെയ്തത്. ഏത് ഫിലോസഫി അല്ല ഞാൻ പറയുന്നത്, ഇത് തന്നെ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇപ്പൊ ജാവ വെർച്വൽ മെഷീൻ മറ്റേ എന്താ പറയാ 95 എൻഡില് 96 തുടക്കത്തിലായി പ്രാക്ടിക്കലി. ഓക്കെ. അപ്പൊ 96 JVM പുറത്ത് ഇറങ്ങാൻ വരുന്നത്. അപ്പോൾ അന്ന് ഒരു ഇന്റർനെറ്റ് C++ വന്നു എന്നുള്ള രീതിയിലാണ്. അതായത് C++ന്റെ പോർട്ടബിൾ അല്ല, ഈ ഇന്റർനെറ്റ് C++ വരവായി. ജാവ എന്നാണ് ആ ലാംഗ്വേജിന്റെ പേര്. ഈ ഇപ്പൊ കേരളത്തിലെ ആൾക്കാർക്ക് ജാവ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സീമയൊക്കെ പണ്ട് ഓടിച്ചിടുന്നിരുന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു പണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് പെട്ടെന്ന് ഈ 2000 കല്ലൂർ ഒരു സ്ഥലത്ത് നിൽക്കുക, എടോ തനിക്കൊക്കെ ഈ പറഞ്ഞ പഴയ ജാവയാണല്ലോ എടോ തനിക്ക് വിധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ 2000 പറയണേ. അപ്പൊ ഞാനപ്പുറത്ത് നിന്നിട്ട് ജേക്കബ് സെബാസ്റ്റ്യൻ ജാവ ഇത്ര പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയോ എന്ന്. അപ്പൊ അയാൾ ഉദ്ദേശിച്ചത് ജാവ ബൈക്കായിരുന്നു. ഓക്കെ. അപ്പൊ JVM പോപ്പുലർ ആവുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ബ്രൗസറിന്റെ ഉള്ളിൽ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ 95 CPUസോ അന്നത്തെ മെഷീന്റെ 4MB റാമിനൊന്നും ഈ പ്രാക്ടിക്കലി JVM മര്യാദയ്ക്ക് ഓടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. നല്ല ടൈമൊക്കെ എടുക്കുമായിരുന്നു. ഓക്കെ. പിന്നെ മൈക്രോസോഫ്റ്റ് തുടക്കത്തിലെ തന്നെ ഹോസ്റ്റലായപ്പോൾ ബ്രൗസർ സപ്പോർട്ട് 1.1 കഴിഞ്ഞിട്ട് തുടരണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ ബീൻ ഡെവലപ്മെന്റ് കിറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജാവ 1.2യുടെ മുകളിലായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ടൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ പ്രാക്ടിക്കലി ഈ ആപ്ലെറ്റ് അങ്ങനെ മരിച്ചൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞാൽ IBM അങ്ങനത്തെ കമ്പനികളൊക്കെ ഹോസ്റ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞ ടെർമിനൽ എമുലേറ്ററൊക്കെ ബ്രൗസറിൽ ഓടിച്ച് പല ഇൻഷുറൻസ് കമ്പനികളും ലെഗസി മെയിൻ ഫ്രെയിം കമ്പനികളും നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ആപ്ലെറ്റ് വാസ് നോട്ട് എ ഫെയിലിയർ, ബട്ട് ആപ്ലെറ്റ് വാസ് മെയ്ഡ് ടു ഫെയിൽ because of the political things and the lack of resources. അപ്പോൾ സിലിക്കൺ വാലിയിൽ ഒരു ട്രഡീഷൻ ഉണ്ട്. whenever somebody brings up with a innovation and if it doesn't fly in the market, we repackage it. അപ്പൊ ആ റീപാക്കേജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ അത് സക്സസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഓക്ക് പ്രൊജക്റ്റ് റീപാക്കേജ് ചെയ്തിട്ട് ജാവ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ജാവ ആപ്ലെറ്റ് മാർക്കറ്റിൽ ഫ്ലൈ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ആ സമയത്ത് എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങിന് നല്ല ഡിമാൻഡ് ഉണ്ടാവുന്നത് കണ്ടുപിടിച്ച് J2EE ജാവ പിൽക്കാലത്തെ JEA ജാവ ടു എന്റർപ്രൈസ് എഡിഷൻ എന്നുള്ള ഒരു ടെക്നോളജിയാണ് അത് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതൊരു അത്രയും നാളും കോം വേഴ്സസ് കോർബ എന്നുള്ള ഡിബേറ്റിലോട്ട് മൂന്നാമതൊരു കിട്ട് കയറി ചെല്ലിയത്. അതായത് ഈ C പ്രോഗ്രാമിങ്ങിന് മറ്റേ
ഈ ഒരു എന്താ പറയുക സി പ്രോഗ്രാമിങ്ങിന് ബോയിലർ പ്ലേറ്റ് കോഡ് ജനറേഷന് വേണ്ടി ഉണ്ടാക്കിയ മെക്കാനിസമാണ് RPC. അപ്പോൾ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിൽ റിപ്പീറ്റേറ്റീവ് കോഡ് പാറ്റേൺ കണ്ടപ്പോൾ ആ ഡാറ്റ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാം എന്നുള്ളതിനെയാണ് എന്താ പറയുക ഒരു ഐഡിയൽ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടാക്കി, ഇന്റർഫേസ് ഡെഫിനേഷൻ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ ആ ഐഡിയലൈസ്ഡ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആ ഇന്റർഫേസ് ഡെഫിനേഷൻ ലാംഗ്വേജിൽ ഫംഗ്ഷന്റെ സിഗ്നേച്ചേഴ്സും ഡാറ്റ സ്ട്രക്ചറിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് C++, അന്ന് ജാവയില്ല, RPC ഇറങ്ങുന്ന സമയത്ത് ഡെൽഫി, പൈത്തൺ, ഇനി ഏത് ലാംഗ്വേജിനും അവർ കോഡ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ 2 ലൈബ്രറി ജനറേറ്റ് ചെയ്യും. ഒരു ക്ലയന്റ് ലൈബ്രറി ജനറേറ്റ് ചെയ്യും, ഒരു സെർവർ സ്റ്റബ് ജനറേറ്റ് ചെയ്യും. ക്ലയന്റ് ലൈബ്രറി നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിന് കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ TCP/IP സോക്കറ്റ് പ്രോഗ്രാം ഇല്ലാതെ സ്വന്തം മെഷീനിലെ സബ് റൂട്ടീൻ വിളിക്കണ മാതിരി തന്നെ റിമോട്ട് സബ് റൂട്ടീൻ വിളിക്കാൻ പറ്റും എന്നുള്ള പ്രോമിസാണ് RPC നൽകിയത്. അപ്പോൾ RPCക്ക് ഒരു വയർ ലെവൽ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അതിലൊരു എൻകോഡിംഗ് സ്കീം ഈ എന്താ പറയുക NDR, നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു അതിൻ്റെ പേലോഡ് സ്കീം. അതാണ് പിൽക്കാലത്ത് ജാവ അഡോപ്റ്റ് ചെയ്തത്. അതായത് വയറിലൂടെ ഡാറ്റ സീരിയലൈസ് ചെയ്ത് പോകുമ്പോൾ നെറ്റ്വർക്ക് ഡാറ്റ സ്ട്രീം എന്നുള്ള സാധനമാണ്. മൈക്രോസോഫ്റ്റ് അവരുടെ RPC ഇംപ്ലിമെന്റേഷന് വേണ്ടി XDR ഉണ്ടാക്കി, എക്സ്റ്റെൻസിബിൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അവരങ്ങനെ കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പോപ്പുലർ ആവുകയും ഒരു ORPCയുടെ ഇത് ഒബ്ജക്ട് റിമോട്ട് പ്രൊസീജിയർ കോൾ വേണമെന്നുള്ളൊരു ഡിമാൻഡ് വന്ന പശ്ചാത്തലത്തിലാണ് മൈക്രോസോഫ്റ്റിന്റെ ഇനിഷ്യേറ്റീവിന്റെ പേരാണ് മൈക്രോസോഫ്റ്റ് അതിനു മുമ്പ് തന്നെ കോം എന്നൊരു സാധനം ഉണ്ടാക്കിയിരുന്നു, ബൈനറി ഒബ്ജക്റ്റ് ഇന്ററോപ്പറബിലിറ്റിക്ക്. അത് അക്രോസ് ദ പ്രോസസ്സും അക്രോസ് ദ മെഷീൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് DCOM ഉണ്ടായത്. അത് ORPC 0.9 സ്റ്റാൻഡേർഡ് ആണ്. ഒബ്ജക്ട് റിമോട്ട് പ്രൊസീജിയർ കോൾ 0.9 സ്റ്റാൻഡേർഡ് ആണ് DCOM. അപ്പോൾ DCOM വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് മറ്റേ OMG ഒബ്ജക്ട് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഒരു കോർബ എന്നുള്ള ഒരു ഓപ്പൺ പ്രോട്ടോകോൾ ഉണ്ടാക്കി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൈക്രോസോഫ്റ്റ് ട്രാൻസാക്ഷൻ സെർവർ അഥവാ MTS, വേൾഡിലെ ഫസ്റ്റ് കോമ്പണന്റ് ട്രാൻസാക്ഷൻ മോണിറ്റർ ഇറക്കി. അതിന് മുമ്പ് ട്രാൻസാക്ഷൻ മോണിറ്റേഴ്സ് കുറേ ഉണ്ട്, ടിപ്കോ, BEA അവരുടെയൊക്കെ ഉണ്ടെങ്കിലും മൈക്രോസോഫ്റ്റ് ആണ് ഫസ്റ്റ് ORPC ഉണ്ടാക്കിയത്. ഒബ്വിയസ്ലി മറ്റേ ഈ വിസിജനിക്ക് അങ്ങനെ ഈ ബ്രോക്കർ ആർക്കിടെക്ചർ കോർബ അപ്പുറത്ത് തുടങ്ങി. അതിന് മുമ്പ് കോർബയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു കോർബ വെണ്ടറിന്റെ ക്ലയന്റും സെർവറും അത് തന്നെ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവര് ഇന്റർ ORB പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. സോ ദാറ്റ് വേൾഡിലുള്ള എല്ലാ ORBസും ഒബ്ജക്ട് റിക്വസ്റ്റ് പ്രോഗ്രസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഓപ്പറേറ്റ് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ GIOP ആണ്, ജനറൽ ഇന്റർഓപ്പറബിൾ എന്താ പറയുക ഇന്റർഓപ്പറബിലിറ്റി പ്രോട്ടോകോൾ ആയിരുന്നു. അതിന്റെ TCP/IP ഇംപ്ലിമെന്റേഷൻ ആണ് IAOP എന്ന് വിളിച്ചിരുന്നത്. ഈ മറ്റേ അതർ ഇന്റർഓപ്പറബിലിറ്റി മെക്കാനിസംസും പോസിബിൾ ആണ്. അപ്പോൾ IAOP വെച്ചിട്ട് ബ്രോക്കേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ കോർബ 3 ഒബ്ജക്ട് ബൈ വാല്യൂ ഒക്കെ വരുന്ന സമയത്താണ് EJB3 വരുന്നത്. അപ്പോൾ EJB3 വന്നു കഴിഞ്ഞപ്പോൾ അവർ ഉപയോഗിച്ചത് JRMP ആണ്. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ NDR ഉപയോഗിച്ചിട്ട് XDR ഉപയോഗിച്ചിട്ട് DCOM വയർ പ്രോട്ടോകോൾ എന്ന് അവർ വിളിച്ചിരുന്നത്. മറ്റേ ജാവക്കാര് മറ്റേ RMI ഓർ IAOP വെച്ചിട്ടും ജാവ JRMP വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ടാക്കിയത്. സോ ഓൾ ഓഫ് എ സഡൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ജാവക്കാര് RMIനെ IAOP വെച്ച് റീറൈറ്റ് ചെയ്തു. അപ്പോൾ RMI ഓർ IAOP ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക കോർബ ബിക്കെയിം ഔട്ട് ഓഫ് ദി മാർക്കറ്റ്. ഇപ്പോഴും കോർബ പല ബാങ്ക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ദൈസ് ORB ഉണ്ടെങ്കിലും RMI ഓർ IAOP വാസ് ആക്ച്വലി മൈക്രോസോഫ്റ്റിന്റെ .NET റിമോട്ടിംഗ് എന്നുള്ള സാധനം പിൽക്കാലത്ത് ഉണ്ടാക്കില്ല, അതും ഫ്ലൈ ആയില്ല. പിന്നെ XML ബേസ്ഡ് സോപ്പ് റെസ്റ്റ് പിന്നെ ഹിസ്റ്ററി അതാണ്. അപ്പോൾ ഈ വാറിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് കോമിനെ ചുറ്റിപ്പറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൺ മറ്റേ കോർബനെ മീറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിഷ്വൽ ബേസിക്കിൽ നിന്ന് ലാർജ് നമ്പർ ഓഫ് എന്താ പറയുക ആൾക്കാർ മറ്റേ ജാവയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ കുറെ കേസൊക്കെ തോറ്റ പശ്ചാത്തലത്തിൽ മൈക്രോസോഫ്റ്റിന്റെ ഇമിറ്റേഷൻ ഓഫ് JVM ആണ് CLR എന്നാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ എഴുതിയ ബുക്കിൽ തന്നെ ഇമിറ്റേഷൻ ഇസ് ദ സിൻസിയറസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ഇവര് ഇത് വന്നു കഴിഞ്ഞപ്പോ മറ്റേ എന്താ പറയുക ഈ മൈക്രോസോഫ്റ്റിന്റെ
ആൻസർ ആയിരുന്നു CLR. അപ്പോൾ മൈക്രോസോഫ്റ്റിനൊരു 4-5 കൊല്ലത്തെ ഹെഡ് സ്റ്റാർട്ട് കിട്ടി. അതായത് ദേ ഒബ്സർവ്ഡ് ദേ themselves wrote one of the fastest JVM at one point in time. പക്ഷേ മറ്റേ ഡയറക്റ്റും കേസൊക്കെ വന്നുകൊണ്ട് അവരതിൽ നിന്ന് ഒഴിയായത്. അപ്പോൾ വെർച്വൽ മെഷീൻ കമ്പ്യൂട്ടേഷനെ കുറിച്ച് ഒരു നല്ലൊരു 3-4 കൊല്ലത്തെ ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ ജാവ അവരുടെ ഇത് ചെയ്യണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ ഇതൊക്കെ ഓടാൻ കാരണം വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം മാത്രമല്ല, സിസ്റ്റം പെർഫോമന്റ് ആയി, പിന്നെ ലെസ് എററായി. അതിന്റെ സാൻഡ് ബോക്സ് മെക്കാനിസം കാരണം ഈ C++ന്റെ പോയിന്റർ എറേഴ്സ് വരാണ്ടായി. അപ്പൊ കുറച്ചും കൂടി സേഫ് കോഡ് എഴുതാൻ പറ്റും. പിന്നെ ആൾക്കാർക്ക് പ്ലാറ്റ്ഫോം അഗ്നസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് കിട്ടി. ലാർജ് നമ്പർ ഓഫ് C++ ആൾക്കാർ ജാവയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് ജാവ സക്സസ്ഫുൾ ആയത്. ഓഫ് കോഴ്സ് ജാവയിൽ അധികം പേര് CLR-ലോട്ട് മൈഗ്രേറ്റ് ചെയ്തായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. CLR-ൽ നിന്ന് ഇപ്പൊ എന്നെ മാതിരിയുള്ളവര് ജാവ അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, കാരണം ഈവൻ ദോ ഐ ഡിഡ് 3-4 projects ബിഫോർ CLR came. പക്ഷേ ബിക്കോസ് ഐ വാസ് ഡൂയിങ് C++, ഫോർ സം റീസൺ എനിക്ക് CLR-ലെ പ്രൊജക്റ്റ് ആവുന്നത്. പിന്നെ 2008-ലാണ് ഞാൻ ജാവ പ്രൊജക്റ്റിലോട്ട് 2004 കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുന്നത്. അപ്പോ ഇവര് ഇത് തമ്മിലൊരു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തിനു വെർച്വൽ മെഷീൻ കമ്പ്യൂട്ടേഷൻ വേണം? പിന്നെ ഈ മെമ്മറി മാനേജ്മെന്റ് സ്ട്രക്ചർഡ് ആക്കിയുള്ള ഗുണം എന്താണ്? സേഫ്റ്റി, അങ്ങനത്തെ 100 കൂട്ടം ഡിബേറ്റ് മുന്നോട്ട് പോകുന്നത്. ലാംഗ്വേജ് ലെവൽ കൺകറൻസി ഇപ്പൊ C++ലൊക്കെ POSIX ത്രെഡോ വിൻഡോസ് ത്രെഡോ ലൈബ്രറി പ്രോബ്ലം ആണ് വിചാരിച്ചത്. ഓൾ ഓഫ് എ സഡൻ അത് ലാംഗ്വേജ് പ്രോബ്ലമായി മാറി. അപ്പോ എന്താ പറയാ, അപ്പൊ ഡിബേറ്റ് ഇപ്പൊ വെർച്വൽ മെഷീൻ ആണെങ്കിൽ സ്ലോ ആവും. അപ്പൊ ഹോട്ട്സ്പോട്ട് വെർച്വൽ മെഷീൻ ടെക്നോളജി കൊണ്ട് മൈക്രോസോഫ്റ്റ് മറ്റേ എന്താ പറയാ അവരുടേതായ രീതിയിൽ. പക്ഷെ അതിനിടയ്ക്ക് സ്റ്റഡിയൊക്കെ വന്നു. അതായത് റീജിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല C++ കോഡിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാൻ കണ്ടുപിടിച്ചു. പിന്നെ ഒരു സ്മാർട്ട് ജാവ പ്രോഗ്രാമർ ക്യാൻ ആൾവേസ് ഔട്ട് സ്മാർട്ട് ആവറേജ് C++ പ്രോഗ്രാമർ യൂസിങ് എ ജാവ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ നാളെ റസ്റ്റ് വേഴ്സസ് C++ൽ അത് വരാം. പീപ്പിൾ വിൽ ആക്ച്വലി മേക്ക് എ ഗ്രാൻഡ് സ്വിച്ച് എന്നതാണ്. പക്ഷെ സ്റ്റിൽ C++ വിൽ കണ്ടിന്യൂ ബിക്കോസ് അതിന് വേറെ അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഇതാണ്. അപ്പൊ ഇങ്ങനെ അപ്പൊ 2 പേരുടെ വെർച്വൽ മെഷീൻ. അപ്പൊ അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതായി. ഓക്കെ, അപ്പോഴാണ് ഇതിന്റെ നമുക്ക് അതിന്റെ ഫിലോസഫിയാണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഈ ബിറ്റ്വീൻ 1995 ആൻഡ് 2005 മേജർ ബാറ്റിൽ ഇവർ തമ്മിൽ ഇതായിരുന്നു. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് RPC വാർ, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് വാറായി. അതിന്റെ പല സ്ട്രാറ്റജീസ് മൈക്രോസോഫ്റ്റും ഓപ്പൺ കമ്മ്യൂണിറ്റിയും ചെയ്തു. ജാവ ബിക്കെയിം ദ തേർഡ് കിഡ് ഇൻ ദ ബ്ലോക്ക് ബൈ ക്ലെവർ ടെക്നിക്. ഈവൻ റിച്ച് ക്ലയന്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സാധനമുണ്ട്. സീമെൻസിന്റെ ടീം സെന്റർ വർക്ക് ചെയ്യണം. അങ്ങനെ അവർ റിച്ച് ക്ലയന്റ്, എക്ലിപ്സ് റിച്ച് ക്ലയന്റ് പ്ലാറ്റ്ഫോം ആണ് ക്ലയന്റ്. ഓട്ടോമാറ്റിക്കലി അവരുടെ എല്ലാ കോർബ സർവീസസും വിത്തൗട്ട് റൈറ്റിംഗ് എനി കോഡ് വിളിക്കാൻ പറ്റുക. അപ്പോൾ അതായിരുന്നു എക്ലിപ്സ് RCB. സീമെൻസ് മേഡ് ട്രെമൻഡസ് എമൗണ്ട് ഓഫ് ലീക്ക്. അപ്പോൾ എന്താ പറയുക, ക്ലെവർ ആയിട്ടുള്ള കുറച്ച് പൊസിഷനിങ് കാരണം ജാവ ഡിഡ് മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട്. ദെൻ മൈക്രോസോഫ്റ്റ് ഹാസ് ടു ത്രോ ഇൻ ദ ടവൽ ആൻഡ് ജോയിൻ ഇൻ. ആൻഡ് പിന്നെ മൈക്രോസോഫ്റ്റ് ഇതായിട്ട് ഒരു പ്രൊപ്പറേറ്ററി കമ്പനി ആയതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട്. CLR ഇപ്പൊ എല്ലാ കാര്യത്തിലും വളരെ CLR ആൻഡ് C# നല്ലൊരു എക്കോസിസ്റ്റം തന്നെ. പക്ഷെ അതിന്റെ ഫോളോവേഴ്സ് അത്ര എന്താ പറയാ, വേർ ഡു യു വാണ്ട് ടു ഗോ ടുഡേ എന്ന മൈക്രോസോഫ്റ്റ് ചോദിക്കണേ. മൈക്രോസോഫ്റ്റ് പറഞ്ഞ ബാക്കിയൊക്കെ ഞാൻ നീ എവിടെയെന്ന് പറഞ്ഞാൽ മതി എന്നാ. പക്ഷേ ഈ ജാവയുടെ എന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. അപ്പൊ ഇഷ്ടമുള്ള സ്ഥലത്തുള്ള പോകുന്നിടത്ത് വേരിയബിലിറ്റിയും ഇന്നോവേഷനും ഉണ്ടാവും. മറ്റേതാകുമ്പോൾ ഒരു കോർപ്പറേഷൻ ബാക്ക്ഡ് ഇന്നോവേഷനേ ഉള്ളൂ. ഇപ്പോ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, അപ്പൊ ഇതാണ് ഈ 2 എക്കോസിസ്റ്റം. ഈവൻ ദോ എക്സിക്യൂഷൻ മോഡൽ സെയിം ആണ്, 2 സ്ഥലത്തു നിന്ന് വരുന്നതുകൊണ്ടും ലോകത്തെ 2 രീതിയിൽ കാണുന്നതുകൊണ്ടും അവർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനി ക്വസ്റ്റ്യൻസ് ഓർ യു ക്യാൻ ഓൾസോ ആഡ് പോയിന്റ്സ് ടു ഇറ്റ്. പുട്ടിംഗ് CLR ആൻഡ് JVM ഇൻ പെർസ്പെക്റ്റീവ് ആണ് ഇപ്പൊ നമ്മൾ ആലോചിച്ചത്. പറയും ഫിലോസഫി പിന്നെ വരും നമ്മൾ അതിന്റെ ഉണ്ടോ അതിലെന്തായാലും ആഡ് ചെയ്യാനോ? അല്ല, ചരിത്രപരമായി കാര്യമായി അറിയില്ല, അതിന്റെ ഒരു ഇതാണ്. അല്ല പക്ഷെ ഇത് കിട്ടിയില്ലേ മറ്റേ, അതായത് കിട്ടിയടി സാർ. അല്ല TCP/IP സോക്കറ്റ്സ്
RPC, ORPC, പിന്നെ മറ്റേ ORPC എവല്യൂഷൻ, അതായത് രണ്ട് ഇത്, പിന്നെ കോമൺ ട്രാൻസാക്ഷൻ മോണിറ്റർ, പിന്നെ EJBയുടെ വരവ്, EJB RMA ഓർ IIOP ആക്കിയത്, അത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. എക്ലിപ്സ് ഇത് രണ്ടും ശരിക്കും ഇന്നോവേഷൻ ആണെന്ന് പറയുള്ളൂ. പിന്നെ അതിനോട്ടുള്ള ഷിഫ്റ്റ്, മൈക്രോസോഫ്റ്റ് DNA ഫേസ് ഔട്ട് ചെയ്തിട്ട് ലീഗൽ സ്യൂട്ട് കണ്ടപ്പോൾ അവരുടെ JVM ഇറക്കുകയും രണ്ടിന്റെ ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ഇവർ തമ്മിലുള്ള ഫിലോസഫി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയുടെ ഈ ഇനിഷ്യൽ പിച്ച് തന്നെ എന്തായിരുന്നു, അതായത് C++ പോർട്ടബിൾ അല്ല. അപ്പൊ C++ പോർട്ടബിൾ അല്ല എന്നുള്ളത് അപ്പൊ എന്നാലോചിക്കുക. അപ്പോൾ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം C++ ഒരാള് അറ്റാക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞാൽ തിരിച്ച് വെട്ടുക എന്നല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവന്മാര് ബൈനറി ഇന്ററോപ്പറബിലിറ്റി ആണ് പറയണേ. മറ്റേ ഈ കോഡ് ഇന്ററോപ്പറബിലിറ്റി C++ സോഴ്സ് ലെവലിൽ ഉണ്ടല്ലോ എന്നുള്ളതായി. ഓക്കെ, പിന്നെ ഗാർബേജ് കളക്ഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊങ്ങച്ചടിച്ചു. അപ്പൊ ചില ആൾക്കാരൊക്കെ ഗാർബേജ് കളക്ഷനെ കുറിച്ച് പറഞ്ഞ കണ്ടപ്പോ എനിക്ക് തന്നെ അന്ന് മനസ്സിലായില്ല. കാരണം അവനൊക്കെ ഗാർബേജ് കളക്ഷനെ കുറിച്ച് പറയാം. പറഞ്ഞാൽ ഗാർബേജ് കളക്ഷൻ C++ ബോംബ്സ് ഗാർബേജ് കളക്ഷൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല എന്നുള്ള ഈ C++ ലാംഗ്വേജസ് ബിയോണ്ട് ഗാർബേജ് കളക്ഷൻ ആണ് അതിന്റെ സിൻടാക്സ് എന്നുള്ളതുകൊണ്ട് ഒരു എലീറ്റ് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ടൂളാണ്. പെട്ടെന്ന് അത് മറ്റേ ഇതിന്റെ ഉള്ളോട്ട് വന്നു. അപ്പൊ ഗാർബേജ് കളക്ഷൻ, പിന്നെ ഊപ്പ് അതിനു മുമ്പൊക്കെ വിഷ്വൽ ബേസിക്കലൊക്കെ ഒബ്ജക്റ്റ് ബേസ്ഡ് ആയിരുന്നു, ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു കോമിന്റെ മുകളിലൊരു ലെയർ ആണ് ഇംപ്ലിമെന്റ്സ് കീവേഡ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ആൾക്കാർ ക്ലാസ്സും വെർച്വൽ ഫംഗ്ഷനും ഒക്കെ ഉപയോഗിക്കാൻ അത് പണ്ട് C++കാരുടെ പുറകെ കിട്ടിയായിരുന്നു. ബാക്കി എല്ലാവരും IDEയിൽ ചെയ്തിരുന്നതാണ്. അപ്പൊ ജാവ അങ്ങനെ ഒരു ഡെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗ്രൗണ്ട് ലെവലില് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി. അപ്പോൾ പക്ഷെ അവരുടെ മന്ത്രം എന്തായിരുന്നു, റൈറ്റ് വൺസ് റൺ എനിവേർ. അതായത് ക്രോസ് പ്ലാറ്റ്ഫോം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് അവർ ഓഫർ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അതിനു മുമ്പ് വരെ ഐദർ നിങ്ങൾ മറ്റേ അന്ന് Qt ഒന്നും അത്ര പോപ്പുലർ അല്ല, Qt ഇല്ല പ്രാക്ടിക്കലി അന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് അല്ലെങ്കിൽ MFCയിൽ നിങ്ങൾക്ക് ക്രോസ് പ്ലാറ്റ്ഫോം പ്രോഗ്രാം എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് മറ്റേ Xlib ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യുന്ന പ്രോഗ്രാം എഴുതാം. പിന്നെ മോട്ടീഫ് അങ്ങനത്തെ വിൻഡോയിങ് ടൂൾ കിറ്റ് ഉണ്ട്. അല്ലാതെ ഒരു വിൻഡോസ് ലിനക്സ് മാക്കിലെ സാധനങ്ങൾ ഓടണമെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ലിങ്ക് ചെയ്യുമ്പോൾ ഷെയർഡ് കോഡ് നമുക്ക് ബാക്ക് എൻഡിനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് കോഡേ പറ്റുള്ളൂ. പ്രാക്ടിക്കലി വിൻഡോയിങ് സിസ്റ്റം ഒക്കെ ഇത് ചെയ്യണം. പിന്നെയാണ് WS Widgets, GTK+, മറ്റേ എന്താ പറയുക Qt ഇവോൾവ് ചെയ്ത് വന്നത്. പക്ഷെ ബൈ ദാറ്റ് ടൈം ജാവ ഈസ് ആൾറെഡി ദെയർ. ഇപ്പൊ ജാവ ബ്രൗസറിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഈ എന്താ പറയുക അബ്സ്ട്രാക്ട് വിൻഡോയിങ് ടൂൾ കിറ്റ് AWT എന്ന് പറഞ്ഞ ടൂൾ കിറ്റ് ഉണ്ടാക്കിയിട്ടാണ് എഴുതിയിരുന്നത്. പിന്നെ അവർ സ്വിംഗ് എന്ന് പറഞ്ഞിട്ട് their own റെൻഡറിങ് ഉള്ളതും, പിന്നെ ഈ SWT എന്നൊരു സാധനമുണ്ട്, ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടില്ല. പിന്നെ ജാവ എപ്പെക്സ് ആണ് അവരുടെ GUI എവല്യൂഷൻ ഇതുണ്ടായിരുന്നത്. അപ്പോൾ റൈറ്റ് വൺസ് റൺ എനിവേർ അവരങ്ങനെയാണ് അത് ചെയ്തത്. പിന്നെ ക്ലാസ്സസ് ഒക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെർച്വൽ മെഷീൻ തരുന്നതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മൾട്ടിമീഡിയ ഫയൽസ് നെറ്റ്വർക്ക് ഇതിനെയൊക്കെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ലൈബ്രറി തരാൻ പറ്റിയുണ്ട്. ക്രോസ് പ്ലാറ്റ്ഫോം പ്രോഗ്രാമിംഗ് എഴുതാൻ പറ്റുമെങ്കിലും പക്ഷേ ഈ ഈവൻ VM ലെവലിൽ വരെ അവിടെ എവിടെയൊക്കെ ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ റൈറ്റ് വൺസ് റൺ ആൾമോസ്റ്റ് എന്നൊക്കെ ആക്കി ഞാനൊക്കെ. ഓക്കെ, പക്ഷെ കുറച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഈവൻ നാവും ഇപ്പൊ JNI കോഡും അന്നൊക്കെ JNIയുടെ കുറെ കോഡ് ഉണ്ടായിരുന്നതാണ്. കാരണം പീപ്പിൾ കനോട്ട് റൈറ്റ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്, റൈറ്റ്? അപ്പോൾ പഴയ ഓൾഡ് ലെഗസി കോഡായിട്ട് ഈവൻ ഡെൽഫി മോഡ്യൂൾസ് ആയിട്ട് വരെ ജാവയ്ക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേഗ വഴി മറ്റേ ഇതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ റൈറ്റ് വൺസ് റൺ എനിവർ ആയിരുന്നു ഇവരുടെ വെച്ച്. മൈക്രോസോഫ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ റൈറ്റ് ഇൻ എനി ലാംഗ്വേജ് റൺ ഇൻ അവർ പ്ലാറ്റ്ഫോം. അതായത് മൈക്രോസോഫ്റ്റിനൊരു അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് വിൻഡോസ് അല്ലാതെ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ മാർക്കറ്റിന്റെ എവല്യൂഷനും ഹലോവിൻ പേപ്പേഴ്സ് ഒക്കെ ലീക്കായി മൈക്രോസോഫ്റ്റ് ഉബുണ്ടുവിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും പതുക്കെ സർവീസസ് ഫോർ യുണിക്സ്, അങ്ങനെ US ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രാക്ട് ഒക്കെ കിട്ടണമെങ്കിൽ സർവീസസ് ഫോർ യുണിക്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ പശ്ചാത്തലത്തിൽ അവര് എന്താ പറയുക
ദേ ആൾസോ സി അറ്റ് ദ ടൈം ഒരു മോണോ എന്ന് പറഞ്ഞൊരു സാധനം വന്ന്, ഓക്കെ, സോ മോണോ ക്രിയേറ്റഡ് സം ട്രാക്ഷൻ ആൻഡ് ഈവൻ ഇൻ മൊബൈൽ സ്പേസ് സാമറിൻ ഒക്കെ വന്നു. അപ്പോൾ മൈക്രോസോഫ്റ്റ് അവരെ വാങ്ങിക്കുകയും പിന്നെ മൈക്രോസോഫ്റ്റ് അവരുടെ മറ്റേ എന്താ പറയുക ക്രോസ് പ്ലാറ്റ്ഫോം സ്ട്രാറ്റജി ക്ലൗഡിന് വേണ്ടി മാറ്റി കഴിഞ്ഞപ്പോൾ റൺ ഇൻ എനി ലാംഗ്വേജ് റൺ ഇൻ അവർ പ്ലാറ്റ്ഫോമിന് പ്രസക്തി ഇല്ലെങ്കിലും പക്ഷെ ഇപ്പോഴും അതിന്റെ കോറ് അത് തന്നെയാണ്. അതായത് പ്ലിത്തോർ ഓഫ് ലാംഗ്വേജസ്. ഇപ്പോൾ അതിന് മൈക്രോസോഫ്റ്റ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒക്കാമൽ എന്നുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അത് ഒരു ഫങ്ഷണൽ കമ്മ്യൂണിറ്റിയിലെ അക്കാഡമിയിലൊക്കെ ഹാസ്കലിനോട് തന്നെ അറ്റ്ലീസ്റ്റ് ഫ്രഞ്ച് യൂറോപ്യൻ സർക്കിളിലൊക്കെ ഒരു വാല്യൂ ഉള്ള ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ലാംഗ്വേജിന്റെ റിസർച്ച് ചെയ്തിരുന്ന ഒരു ടീമിനെ കേംബ്രിഡ്ജ് UK അസംബിൾ ചെയ്തിട്ട് അവര് ഒക്കാമൽ ഫോർ .NET ഉണ്ടാക്കി. അതിനെയാണ് അവർ F# എന്ന് വിളിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് കമ്മ്യൂണിറ്റീനെ അവർക്ക് അങ്ങനെ ലൂർ ചെയ്യാൻ പറ്റി. പിന്നെ ബൈ സപ്പോർട്ടിങ് മറ്റേ എന്താ പറയുക കൊബോൾ അങ്ങനത്തെ ഫോർട്രാൻ കമ്പൈലറൊക്കെ .NETന്റെ മുകളിൽ സപ്പോർട്ട് ചെയ്ത് ദേ പ്രൂവ്ഡ് ദാറ്റ് ഓക്കെ. ഈ പിന്നെ ലാംഗ്വേജ് ഇന്റർപ്രറ്റ് അത് മൈക്രോസോഫ്റ്റിന്റെ വലിയ ഗുണമാണ്. റിഗാർഡ്ലെസ് ഓഫ് ദി ലാംഗ്വേജ് യു റൈറ്റ് അവരുടെ ബൈനറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കോമൺ ടൈപ്പ് സിസ്റ്റം, കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ, ECMA സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രമെൻഡസ് എമൗണ്ട് ഓഫ് വർക്ക് ഹാസ് ബീൻ ഡൺ in order to make you feel that write in any language, run in our platform. Java, write once, run anywhere, and eventually all programming languages, even Python, Ruby, through JRuby, Python, Iron Python, and പിന്നെ Java scripting host, അങ്ങനെ കുറേ കാര്യങ്ങൾ വഴി അവരും versatile ആയി. അപ്പൊ ഇന്ന് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ടബിൾ റൺ ടൈം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂല് JVM ഒരു റിമാർക്കബിൾ അച്ചീവ്മെന്റ് ആണ്. ആൻഡ് സിൻസ് ദേ ഹയർ സ്മാർട്ടസ്റ്റ് പീപ്പിൾ, ഓക്കെ, വലിയ വ്യത്യാസമൊന്നും ഈ ചിലപ്പോൾ ഒരു ക്രോസ് ഈ ട്യൂണിങ് കോഡിൽ വേണ്ടി വരുമായിരിക്കും JVMന് ഇന്നോട്ട് ടു റൺ ഓൺ ദ പ്ലാറ്റ്ഫോം. മൈക്രോസോഫ്റ്റിന് പണ്ടാണെങ്കിൽ x86 മാത്രം തീരുമാനിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവര് ഇത് ഓൺലി കയറി ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ജാവ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പ്ലാറ്റ്ഫോമിലുള്ള കയറി ചെയ്യുന്നത്. മറ്റേത് യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ്. അപ്പോൾ ഈ സിൻസ് മൈക്രോസോഫ്റ്റ് ആൾസോ ഹാസ് ഗോട്ട് എ JVM ടീം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാറ്റ കൊടുക്കാവുന്നതുകൊണ്ട് ഇവരുടെ ഫിലോസഫി ഡിഡ് മാറ്റർ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം. അതിന്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാവയില് ജസ്റ്റ് ഇൻ ടൈം മറ്റേ ഹോട്ട്സ്പോട്ട് കമ്പൈലേഷൻ ഉണ്ട്. മൈക്രോസോഫ്റ്റ് പറയണെന്ന് വെച്ചാൽ ലോഡ് ടൈമിൽ മതി. ജാവയില് ഇപ്പൊ ജനറിക്സും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഒക്കെ പല വെരിഫിക്കേഷൻ പ്രോസസ്സ് ജനറിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് റൺ ടൈമാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ CLR ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന സ്ഥലത്ത് ജാവയില് അത് ആ സമയത്തുമ്പോഴേക്കും അത് ലോവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ജാവ വെർച്വൽ മെഷീന്റെ മറ്റേ മെത്തേഡ് ഡെസ്പാച്ച് സെമാൻറ്റിക്സിലോട്ട്. അപ്പോൾ ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നവർക്ക് CLR ഒരു നാച്ചുറൽ ഇതാണ്. മറ്റേതൊക്കെ കുറെ ലൈബ്രറി അപ്രോച്ച് എടുക്കേണ്ടി വരും. അപ്പൊ ഇവര് തമ്മിലുള്ള ഫിലോസഫി, ഈവൻ ദോ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം വി കനോട്ട് ഡിസ്റ്റിങ്ക്വിഷ്, മറ്റേ വെൻ ഇറ്റ് കെയിം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിഡ് മാറ്റർ. ആ എവല്യൂഷനും ആൾസോ മാറ്റേഡ്. അപ്പോ ഇപ്പൊ എന്ത് സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാംഗ്വേജ് ലെവലിലും മറ്റേ പ്ലാറ്റ്ഫോം ലെവലിലും എനിക്ക് തോന്നിയത് ഇൻ ഓർഡർ ടു ഡിസ്റ്റിങ്ക്വിഷ് ഒരു പ്രത്യേക ഒരു 10 years മുമ്പ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ജാവ യു കൻ ഈസിലി പ്രോഗ്രാം ഇൻ C# ആൻഡ് വൈസ് വേഴ്സ. പക്ഷെ ഇപ്പൊ ലാംഗ്വേജിന്റെ സിൻഡെക്സ് ശരിക്കും ഡൈവേർജ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് വന്നവരെയും ലാംഡ പോലും ഒരു തരം കമ്പാറ്റബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ, റെക്കോർഡ് ടൈപ്പ്, വാല്യൂ ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നതിലും അങ്ങനെ നല്ല ഫിലോസഫി ഡിഫറൻസ് ഈ ലാംഗ്വേജ് തമ്മിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ലാംഗ്വേജ് ഫിലോസഫി, മറ്റേ JVM ഫിലോസഫിയും CLR ഫിലോസഫിയും തമ്മിലൊരു കോൺട്രാസ്റ്റ്. എന്തെങ്കിലും തോട്ടുണ്ടായില്ലേ? ഇല്ല. അല്ല, ഇത് സാറ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് മറ്റേ കരിയർ പ്രോഗ്രാമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എവല്യൂഷൻ എന്നുള്ളതും പിന്നെ ഹൈബ്രിഡ് പ്രോഗ്രാമിംഗ് മോഡൽസ് കൊണ്ടുവരാൻ നോക്കുന്നതാണ് പ്രശ്നം. എന്ത് ലാസ്റ്റ് പറഞ്ഞത്? ഹൈബ്രിഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് മോഡൽസ് സിന്തസൈസ് ചെയ്യാൻ നോക്കുന്നതും പല, അതായത് ഇപ്പൊ ഹാസ്കൽ ചെയ്യുന്ന ഐഡിയ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. മനസ്സിലായി. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചത് മെറ്റാലിംഗ്വിസ്റ്റിക് ലെവലിലുള്ള സിന്തസിസ് രണ്ടുപേരും രണ്ട് രീതിയിൽ നടത്തുന്നു. അതായത്
ആ ചെയ്യുന്ന സെയിം ആണെങ്കിലും സിൻടാക്സ് മാറുന്നു. അപ്പൊ വ്യതിയാനം സർപ്പസിൽ ഭയങ്കരമായിട്ട് കൂടും. ആ വേണമെങ്കിൽ എഴുതാം കോഡ് ഇപ്പോഴും രണ്ടും കൂടി കോമൺ ആയിട്ട് കുറെയൊക്കെ ആ അതെ 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 ഞാൻ ഇൻ സ്റ്റൈൽ. അതിപ്പോ ഞാൻ പറയട്ടെ, മറ്റേ ഈ ഇവര് തമ്മിലുള്ള കൊഹറൻസ് പരമാവധി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഹാൻഡ്ലറൊക്കെ അത് ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഉം, ഉം. അല്ല ഇത് സാറ് നേരത്തെ പറഞ്ഞത് അത് പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂ അല്ലേ? ഹാൻഡ്ലറിന്റെ ഏതാ? അല്ല ഇപ്പൊ പറഞ്ഞത് ഹാൻഡ്ലർ യൂസ് ചെയ്യുന്നത്, അതായത് അല്ല പെർഫോമൻസ് കോഡ് എഴുതാനായിട്ട് രണ്ടിലും ഒരേ പോലെ എഴുതാം. അതെ അതെ അതെ. അല്ല ഇപ്പൊ അവർക്ക് പിന്നെ ഇപ്പൊ ഹാൻഡ്ലർ ഫോർ ഉം, സി ഷാർപ്പ് ഒക്കെ ഉണ്ടാക്കാൻ തന്നെ ഇപ്പൊ ഇപ്പൊ അവര് ചിലപ്പോ ഏതെങ്കിലും ബൈനറി ട്രാൻസ്ലേറ്റർ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഉം, ഉം. അവരുടെ ജാവയിലും അവർക്ക് സി ഷാർപ്പ് ടാർജറ്റ് ഉണ്ടാക്കാം, സി പ്ലസ് ടാർജറ്റ് ഉണ്ടാക്കാം. പക്ഷെ നമ്മള് ഒരു സി ഷാർപ്പ് ബിൽഡ് സിസ്റ്റത്തില് ഒരു DLL ആയിട്ട് അത് വന്നാൽ ജെല് ചെയ്യാൻ എളുപ്പമല്ലേ? ഉം, മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ഹാൻഡ്ലറിന്റെ റൺ ടൈം. ഉം, ഉം. അതെനിക്ക് തോന്നല എഴുതിയതായിരിക്കുന്നു. മനസ്സിലായി. അപ്പോ അല്ല ഇതാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത് അതായത് ഈ ഫിലോസഫി ഡിഫറൻസ് ആണ്, അതായത് CLS എന്നൊക്കെ ഉള്ള സ്പെസിഫിക്കേഷൻസിലോട്ടൊക്കെ ലീഡ് ചെയ്തത്. അതെ അതെ ഈ ലാംഗ്വേജ് ഇംപ്ലിമെന്റേഴ്സിന് നാച്ചുറൽ ടാർഗറ്റ് ആണെന്ന് പറയുന്നത് CLS ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതെ. CLS CTS ഉള്ളതുകൊണ്ട് അപ്പൊ ഇന്റർഓപ്പറേറ്റ് ചെയ്യാം. അല്ല അത് ഭയങ്കര അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയണ മാതിരിയല്ല. അതായത് ഈ ഒരു ഡയറക്ടെക്സ് 9 ബുക്ക് ഉണ്ട്. ഉം. അതിലെ വിഷ്വൽ ബേസിക്കിലെ കോഡില്ലേ ഓരോന്നായിട്ട് സി ഷാർപ്പിലോട്ട് ഒരു സിമ്പിൾ കോഡാ, ഒരു ചെറിയൊരു പിങ് പോങ് ഗെയിം കളിക്കുന്നത്, അതുപോലെ ഈ പാഡിൽ കളിക്കുന്നത്. ഉം. ഈ മറ്റേ VB.ൽ എഴുതിയ എല്ലാം സി ഷാർപ്പ് ആക്കാൻ പറ്റിയ എന്റെ വൈഫിന്. എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു സി ഷാർപ്പ് ഫയൽ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് അതിൽ ഒരു ക്ലാസ് എടുക്കും, സി ഷാർപ്പ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇടും. എന്നിട്ട് അവിടെ നിന്ന് റൂം അങ്ങനെ 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 ചെയ്ത് ചെയ്ത് ഒട്ടിപ്പ് ബക്കറ്റായി. അല്ല അത് ഭയങ്കര ഇപ്പൊ ലേണിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ എൻ്റെ ഒരു കോഡ് ഇരിപ്പുണ്ട്, കണ്ടന്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു. ആ കോഡ് സി ഷാർപ്പിൽ എഴുതിക്കണേ അത് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് C++ CLR പ്രോജക്റ്റ് തുടങ്ങാം. എന്നിട്ട് അതില് റുട്ടീൻ ബൈ റുട്ടീൻ ആയിട്ട് ഇങ്ങോട്ട് മാറ്റി മാറ്റി ഓൺ ചെയ്യുക. മനസ്സിലായില്ലേ? കുറെ കഴിയുമ്പോ അതൊരു C++ CLR ആപ്ലിക്കേഷൻ ആവും. അല്ല അതൊരു ഭയങ്കര ഇന്നോവേഷൻ ആണ് ശരിക്കും പറഞ്ഞത്. അല്ലെ പ്രൊഡക്ടിവിറ്റി ടൂളാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ IKVM ചെയ്തത് ഈ ജാവയിലെ സെമാൻറ്റിക്സ് ഇതിനകത്തോട്ട് ലോവറേജ് ഫുള്ള് മാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവുമല്ലേ? എന്നിട്ട് ഇല്ല ഇല്ല ഒന്നും ചെയ്തില്ല അവന്മാര് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ IKVM ഒരു ജാവ കോഡ് .NET ആക്കുകയാണെങ്കിൽ അവർ ഓപ്പൺ JDKയുടെ ലീഫ് ലൈബ്രറിന്ന് കമ്പൈൽ ചെയ്ത് തുടങ്ങും. എന്നിട്ട് അത് ബൈനറി ട്രാൻസ്ലേറ്റ് ചെയ്ത് അതായത് ആ ലൈബ്രറി എവിടെ ഇല്ലെങ്കിൽ പോയി അങ്ങനെ അങ്ങനെ അവര് കമ്പൈൽ ചെയ്തെടുത്ത് ഇങ്ങോട്ട് തിരിച്ചാണെങ്കിലും മോണോന്ന് എടുക്കും. അപ്പൊ ബൈനറി ട്രാൻസ്ലേഷൻ അവർ നടത്തിയ. അപ്പൊ പ്രൊജക്ഷൻ അല്ല, മറ്റേത് പ്രൊജക്ഷൻ എന്നുള്ള ടെക്നിക്കാണ് ശരിക്കും. അതെ. ഈ പ്രൊജക്ഷൻ ആണ്, മൈക്രോസോഫ്റ്റ് ആണ് പ്രൊജക്ഷൻ എന്നുള്ള ടേം ഇതാക്കിയത്. അപ്പൊ ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ടോപ്പിക്കും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വൈൻഡ് ചെയ്യാം. എസൻസ് നമുക്ക് സ്റ്റാക്ക് ബേസ്ഡ് VM എന്താണ്, മറ്റേ ഇതെന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ എനിക്ക് തന്നെ നോക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എസൻസ് ഓഫ് അപ്പൊ നമുക്ക് സ്റ്റാക്ക് ബേസ്ഡ് VM ഒരു നമുക്ക് ഇപ്പൊ നമ്മൾ ആൾറെഡി പഠിച്ചത് നമ്മൾ എന്താണ് ഊപ്പ് എന്താണ് ജനറിക്സ് എന്താണ്, FP മൾട്ടി പാരാഡിം എന്താണ്, ലാംഗ്വേജസ് എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണേ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ എങ്ങനെയാണ് ജനറിക്കലി ഒരു ടാർഗറ്റ് സിസ്റ്റത്തിൽ ഊപ്പ് ജനറിക്സ് FP എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണേ എന്നുള്ളതും ഓരോ ലാംഗ്വേജ് എടുക്കുന്ന സൈനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടാർഗറ്റ് മെഷീൻസ് CLRും JVM എങ്ങനെ ഇത്ര പവർഫുൾ ആയി, എങ്ങനെ ഇത്രയും നമ്മുടെ കമ്പ്യൂട്ടേഷന്റെ ഉള്ളിൽ ഒരു
മൈൻഡ് സ്പേസ് മാത്രമല്ല ഒരു റിയാലിറ്റി. കാരണം ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ ദീസ് വെർച്വൽ മെഷീൻസ് വേൾഡിന്റെ കമ്പ്യൂട്ടിംഗ് എന്താവുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഈ രണ്ട് മെഷീൻസ് കോമൺ ഫിലോസഫിയാണ്. ഇത് 2005 വരെ വേണമെങ്കിൽ ലിറ്ററലി നമുക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യായിരുന്നു. പിന്നെയാണ് ഫങ്ഷൻ പ്രോഗ്രാമിങ്ങും ഒബ്ജക്ട് ഫങ്ഷൻ പ്രോഗ്രാമിങ്ങും ലാംഗ്വേജ് സ്പെസിഫിക് ഫീച്ചേഴ്സ് വന്ന് ഇപ്പൊ ഈ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്നൊക്കെ അഡ്വാൻസ് കൺസ്ട്രക്ട്സ് ഒക്കെ രണ്ടുപേരും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി, ഒരു ഡൈവർജൻസ് വന്നേ. പക്ഷെ അവരുടെ അങ്ങനെ ഒരു ഡൈവർജൻസ് അവരിൽ വരാൻ അതിന്റെ എവല്യൂഷന്റെ പ്രോംപ്റ്റ് ചെയ്ത ഫീച്ചേഴ്സ് രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ്. ഒരു ജാവക്കാര് റൈറ്റ് വൺസ് റൺ എനിവെയർ എന്നുള്ളതാണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റ് ഇൻ എനി ലാംഗ്വേജ് റൺ ഇൻ അവർ പ്ലാറ്റ്ഫോം ആയിരുന്നു ഇതിന്. അപ്പൊ ഈ ഫിലോസഫിയുടെ വ്യത്യാസമാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം. അതെന്തായാലും അറിഞ്ഞിരിക്കണം. വൺസ് അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് ഈ ഒരു വെർച്വൽ മെഷീൻ ഉണ്ട്, അത് രജിസ്റ്റർ ബേസ്ഡ് വേണോ? അതായത് ഇപ്പൊ സാധാരണ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ മെമ്മറി ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ ആണ്, RM എന്നൊക്കെ പറഞ്ഞു. രജിസ്റ്റർ ടു മെമ്മറി, മെമ്മറി ടു രജിസ്റ്റർ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ സ്ട്രീമിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, ഒരു രജിസ്റ്ററിലോട്ട് ഫസ്റ്റ് വാല്യൂ ഇടും, വേറെ രജിസ്റ്ററിലോട്ട് സെക്കൻഡ് വാല്യൂ ഇടും, അല്ലെങ്കിൽ മെമ്മറിയിൽ വെച്ചിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ട്രിഗർ ചെയ്യുമ്പോൾ ഈ രജിസ്റ്ററിലെ വാല്യൂ മെമ്മറിയിലുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി പുഷ്, മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി പുഷ് ചെയ്യും. അങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ നടന്നിരുന്നത്. അതിനെയാണ് രജിസ്റ്റർ. അപ്പൊ ഇപ്പൊ ഇന്റൽ x86 ആണെങ്കിൽ സെഗ്മെന്റഡ് ആർക്കിടെക്ചർ എന്ന് പറയും. അത് ഹിസ്റ്ററി കാരണമാണ്. ഇപ്പൊ ബൈ 32 ബിറ്റ് ആൻഡ് 64 ബിറ്റ് എത്തിയപ്പോ സെഗ്മെന്റഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടർ ആർക്കിടെക്ചർ എന്നാണ് കുറച്ചുകൂടി പറയേണ്ടത്. അപ്പോ ഇപ്പൊ മിക്ക സ്ഥലത്തും സെലക്ടർ 0 ആയിരിക്കും, പിന്നെ ഓഫ്സെറ്റ് മാത്രം മതി. 32 ബിറ്റില് ഫോർ മറ്റേ GB വരെ ചെയ്യാൻ പറ്റും. പിന്നെ 64 ബിറ്റ് വന്നപ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഈ കോഡ് സെഗ്മെന്റ്, CS, ഡാറ്റ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്, പിന്നെ മറ്റേ സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്, ഇങ്ങനത്തെ സോഴ്സ് കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, അങ്ങനെ 4-5 സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്, പിന്നെ കുറെ ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സ് ആണ്. AX, പിന്നെ EAXI, BX, EBX, CX, DX, പിന്നെ സ്റ്റാക്ക് പോയിന്റർ, ഇൻസ്ട്രക്ഷൻ പോയിന്റർ, ബേസ് പോയിന്റർ, അങ്ങനെ കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് രജിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ടാണ് കൺകറൻസി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റർ ബേസ്ഡ് ആർക്കിടെക്ചർ ആണ് മിക്ക CPUs. സ്റ്റാക്ക് ബേസ്ഡ് CPUs പോപ്പുലർ ആണോ? ഇനിയിപ്പോ വേറെ ആർക്കിടെക്ചർ ഇതുണ്ട്. രജിസ്റ്റർ പിന്നെ റിസ്ക് ആണ്. അപ്പൊ അതൊരു ഫിലോസഫി ഇതാണ്. അതായത് ഇപ്പൊ റിസ്ക് എന്ന് പറയുമ്പോൾ രജിസ്റ്റർ 1 സ്റ്റെറോയിഡ്സ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മെമ്മറിയിലോട്ട് മൂവ്മെന്റ് കുറയ്ക്കാം. അപ്പൊ ഹാർഡ്വെയർ ഡിസൈൻ എളുപ്പമാണ്. അതാണ് റെഡ്യൂസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. വട്ട് എവർ യു സെറ്റ്, ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ ഡൊമിനേറ്റ്സ് ഓർ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എല്ലാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില ഓരോ മെഷീനിനും അതിൻ്റെതായ എൻകോഡിംഗ് സ്കീംസ് ഒക്കെ ബോദർ ചെയ്യണം. അപ്പോ ഈ ജാവ ആൻഡ് ലേറ്റർ CLR ടീം ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ബേസ്ഡ് വെർച്വൽ മെഷീൻ. അപ്പൊ 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ സ്ട്രീമിൽ നിന്ന് ഒരു ഡാറ്റ എടുത്തിട്ട് ഒരു സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാം, അടുത്ത ഡാറ്റ വന്ന് പുഷ് ചെയ്യാം. ഒരു ഓപ്പറന്റ് കണ്ടു കഴിഞ്ഞാൽ രണ്ടും പുള്ളി ചെയ്തിട്ട് പോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് തിരിച്ച് പുഷ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കോഡ് ജനറേഷൻ ഒരു AST കമ്പൈലറിന്റെ ഡാറ്റ സ്ട്രക്ചർ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഡെപ്ത് ഫസ്റ്റ് അപ്രോച്ചിൽ നിങ്ങൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ കോഡ് ജനറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. യു ഡോണ്ട് ഹാവ് ടു ഡു മച്ച് ഓഫ് ആൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ വൺസ് കോഡ് ഒരു ബൈറ്റ് കോഡ് സ്ഥാനത്തിലായി കഴിഞ്ഞാൽ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഈവൻ ദോ മോഡേൺ VMs ഇൻ പ്രാക്ടീസ് CLR ഒരു തവണ പോലും JVM റയർലിയെ ബൈറ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാറുള്ളൂ. അവര് ഹോട്ട്സ്പോട്ട് ഒപ്റ്റിമൈസേഷൻ വഴി x86 ജിറ്റ് ചെയ്യും, x86ലോട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ M1 ആണെങ്കിൽ M1ലോട്ട് ജിറ്റ് ചെയ്തിട്ട് JNAയുടെയും പിന്നെ ഈ നേറ്റീവ് മെത്തേഡ് സ്റ്റാക്കിന്റെ ഒരു പ്രത്യേക ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ദേ ആർ ആക്ച്വലി എക്സിക്യൂട്ടിങ്. CLR ആണെങ്കിൽ ലോഡ് ടൈമിൽ മാത്രമേ അവര് IL അല്ലെങ്കിൽ ബൈറ്റ് കോഡ് എടുക്കുള്ളൂ. ബാക്കിയെല്ലാം അവര് എന്താ പറയാ ഈ മറ്റേ എന്താ പറയാ പ്രൊഫൈൽ ഗൈഡഡ് ഒപ്റ്റിമൈസേഷൻ ആണ്.
അല്ല, ഞാൻ അത്രയും നിർത്തിയില്ല. ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്, എനിക്ക് പെട്ടെന്ന് ഇതായി. അതായത് റെയർലി ബൈറ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാറുള്ളൂ. ഇതുള്ളൂ. അപ്പൊ ഈ മറ്റേ നേരെ തന്നെ ടാർഗറ്റ് മെഷീൻ ജിറ്റ് ചെയ്തിട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് ഈ പ്രൊഫൈൽ ഗൈഡഡ് ഒപ്റ്റിമൈസേഷൻ 2 രീതിയിലുണ്ട്. ഇപ്പൊ ഇവര് റൺ ടൈമില് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ PGO പാസ്റ്റ് ഡാറ്റയിൽ നിന്ന് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. ഇതിപ്പോ റൺ ടൈം PGO ആണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ട് റീജിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹോട്ട്സ്പോട്ട് ഒപ്റ്റിമൈസേഷന് സ്ഥാനമില്ല എന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. ഓക്കെ, എനിവേ യു ആർ ഗോയിങ് ടു റീജിറ്റ് സൂൺ. ഓക്കെ, മറ്റേ JVM റീജിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം റീജിറ്റ് ചെയ്താലേ അവർക്ക് കൊഹറന്റ് ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഈ VM ആർക്കിടെക്ചറിനുള്ള കോഡിനെ ഓൺ ദ ഫ്ലൈ ടാർഗറ്റ് മെഷീനിലോട്ട് മറ്റേ കമ്പൈൽ ചെയ്യുന്ന ഒരു എന്താ പറയുക, ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ 2 VM-ലും അവൈലബിൾ ആണ്. അപ്പോ എന്താ പറയാ, ഇതാണ് ഈ ഇതിന്റെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ജനറിക്സ് ആൻഡ് FP, അതെങ്ങനെയാണ് C# ആൻഡ് ജാവയില് ഫീച്ചർ ആയിട്ട് വന്നേക്കുന്നത്, അതെങ്ങനെയാണ് ട്രഡീഷണലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് മറ്റേ എന്താ പറയാ, അല്ല എങ്ങനെയാണ് അത് ലോവർ ചെയ്യുന്നത്, ഒരു എക്സിക്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ബീറ്റ് രജിസ്റ്റർ ബേസ്ഡ് ഹാർഡ്വെയർ മെഷീൻ ഓർ സ്റ്റാക്ക് ബേസ്ഡ് വെർച്വൽ മെഷീൻ എങ്ങനെയാണെന്നുള്ളത് ജനറിക്കലി പഠിച്ചു. പിന്നെ CLR-ഉം JVM-ഉം എങ്ങനെ ഇവോൾവ് ചെയ്ത് ഇത് ചെയ്തെന്ന് പഠിച്ചു. പിന്നെ JVM-ന്റെ റൺ വൺസ്, റൺ എനിവെയർ വേഴ്സസ് റൈറ്റ് ഇൻ എനി ലാംഗ്വേജ്, റൺ ഇൻ അവർ പ്ലാറ്റ്ഫോം എന്നുള്ള CLR-ന്റെ ഫിലോസഫിയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് എന്താണ്, ഓരോന്നിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പഠിച്ചു. പിന്നെ സ്റ്റാക്ക് ബേസ്ഡ് വെർച്വൽ മെഷീനെ കുറിച്ച് നമ്മളൊരു ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിലെന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം. ഇല്ല, എനിക്ക് സ്റ്റാക്കിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ വേണമെങ്കിൽ നമുക്ക് വേറെ ദിവസം വെക്കാം. അത് സ്പെസിഫിക്. വെക്കാം. ഓക്കെ ഓക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം. ലാലിന് എന്തെങ്കിലും ഉണ്ടോ തോട്ട്സ്? സാർ, എനിക്ക് സ്പെസിഫിക്കലി ആ നേറ്റീവ് ഇന്റർപ്രിറ്റർ മോഡും നേറ്റീവ് മോഡും തമ്മിലുള്ള ആ ഇന്റർഫേസിങ് ആണ് നമുക്ക് അടുത്ത തവണ ഇത് ചെയ്യാം. അത് നമുക്ക് അടുത്ത തവണ ഇത്. എനിക്കും ഞാൻ പറഞ്ഞില്ല, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. കുറെയൊക്കെ നമ്മൾ ഡീറ്റെയിലോട്ട് നോക്കിയാലേ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ സാറിന്റെ സ്പെക്കുലേഷൻ അവിടെ കറക്റ്റ് ആയിരിക്കുള്ളൂ മിക്കവാറും. കാരണം ഈ സിയുടെ സ്റ്റാക്ക് എന്തായാലും സാറിന് അറിയാലോ. പിന്നെ ഈ JVM-ന്റെ പ്യുവർ ഇന്റർപ്രിറ്റർ മോഡലേ അറിയാം. പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു ഇതാണ്. അപ്പൊ അല്ലേ വൈൻഡ് ചെയ്തോളൂ. ഓക്കെ.